നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ നിങ്ങൾ മാത്സും റീസണിങ്ങും എല്ലാം പഠിച്ച് ഫുൾ എനർജിയിൽ ഇരിക്കുകയായിരിക്കും. നമുക്കിനി ജനറൽ അവയർനെസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കാം. സോ ജനറൽ അവയർനെസ് പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് എവിടെയാണ് പഠിച്ച് തുടങ്ങേണ്ടത്. ഓക്കെ, നമുക്ക് രണ്ട് സിനാരിയോ ഓഫ് സ്റ്റുഡൻസിനെ എടുക്കാം. ഒന്ന് ബിഗിനർ ലെവൽ സ്റ്റുഡൻറ്റ്, അടുത്തത് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, മീൻസ് 1, 2, 3 പരീക്ഷകൾ എഴുതി ഒരു കുറച്ച് നാൾ കൊണ്ട് പഠിക്കുന്ന ഒരാൾ. ഈ രണ്ടുപേരുടെ കാര്യത്തിലും NCERT എങ്ങനെ ഉപയോഗപ്പെടുത്തും നമുക്ക് നോക്കാം. ഓക്കെ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെന്ന് വിചാരിക്കൂ. ഈ ആള് കുറേ നാളായിട്ട് കുറേ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് ജനറൽ അവയർനെസ്സിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ പുള്ളി വാരി വലിച്ച് പഠിച്ചതുകൊണ്ടായിരിക്കാം. കുറേ കൺസെപ്റ്റ് ഇപ്പോൾ ലൂസൻറ്റ് എടുത്തു, അല്ലെങ്കിൽ പല ഗൈഡുകളും എടുത്തു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ PSCയുടെ ഗൈഡുകളെല്ലാം എടുത്ത് പഠിച്ചതായിരിക്കാം. സോ ഇവിടെ ലാക്ക് ചെയ്യുന്നത് എന്താ? ഒരു ഫൗണ്ടേഷൻ, ഒരു ബേസ് ആണ് ലാക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ബേസ് കെട്ടിപ്പടുത്താൻ വേണ്ടി നമ്മൾ ഏറ്റവും താഴെ തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു 6ാം ക്ലാസ് NCERT, 6ാം ക്ലാസ് 5ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടി, ഒരു ബിലോ ആവറേജ് കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ ലെവലിൽ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ, ആ ലെവലിൽ 6ാം ക്ലാസ് കഴിഞ്ഞ് 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ് കഴിഞ്ഞ് അങ്ങനെ പഠിച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ബേസ് സ്ട്രോങ് ആയിരിക്കും. ഏത്? ജനറൽ അവയർനെസ്സിൽ വലിയ ധാരണ ഇല്ലാത്തവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ 9ാം ക്ലാസ്സിലേക്കും 10ാം ക്ലാസ്സിലേക്കും 11ാം ക്ലാസ്സിലേക്കൊക്കെ പോവാം. ഐഡിയ ഇല്ലാത്തവർ എന്ത് ചെയ്യുക? കുറച്ച് ധാരണ കുറവുണ്ട്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതല്ല, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ GK വിഷയങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ സ്കൂൾ കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി, ഓക്കെ 10ാം ക്ലാസ്സിന് മുന്നേ പഠിച്ചതാണ് എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം? 6ാം ക്ലാസ് മുതലേ തുടങ്ങാം. അതല്ല, കുറച്ച് ഐഡിയ ഉള്ളവരാന്ന് വിചാരിക്കൂ, അവർക്ക് 9, 10, 11 കുറച്ചൊരു അഡ്വാൻസ് ലെവൽ എന്തിലേക്ക് പോവാം? NCERT ബുക്കിലേക്ക് പോവാം. ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ്. അവർ മനസ്സിലാക്കേണ്ട വേറെ കാര്യം എന്താ? RRB ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കീ നോക്കുന്നത് മുതലായ കാര്യങ്ങളുടെ ഒരു അടിസ്ഥാനമായിട്ട് കരുതുന്ന NCERT തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസിനെ NCERT ആയിട്ട് മാപ്പ് ചെയ്യുക എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡീകോഡിങ് NCERT എന്ന് പറഞ്ഞ സെഷൻ ഒന്ന് കണ്ടുനോക്കുക. ഈ ഡീകോഡിങ് NCERT സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് RRB JEE പരീക്ഷ ആയിക്കോട്ടെ, ALP പരീക്ഷ ആയിക്കോട്ടെ, ഗ്രൂപ്പ് D പരീക്ഷ ആയിക്കോട്ടെ, ഇനി നമ്മുടെ NTPC പരീക്ഷ ആയിക്കോട്ടെ, ഏത് പരീക്ഷയ്ക്കായാലും NTPCന്ന് ഡയറക്റ്റ് ചോദ്യങ്ങൾ സെന്റൻസ് ബൈ സെന്റൻസ്, ലൈൻ ബൈ ലൈൻ മാപ്പ് ചെയ്തുകൊണ്ട് ഈ സെഷനിൽ മാഷ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ അത് കണ്ടിട്ട് മാത്രം ഇങ്ങോട്ട് വരിക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ NCERT എത്രത്തോളം പ്രാധാന്യം ഉള്ളതാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് ഇറങ്ങുമ്പോൾ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യം, NCERT ഒരു കോമൺ സോഴ്സ് ആണ്. ഓക്കെ, ഇങ്ങ് കേരളത്തിന്റെ ഇങ്ങേ അറ്റത്ത്, അതായത് കേരളത്തിൽ ഇത്രയും എഡ്യൂക്കേഷൻ സിസ്റ്റം ഇത്രയും സെറ്റായിരിക്കുന്ന കേരളത്തിലും, അതുപോലെ നോർത്ത് ഈസ്റ്റിലോ ഒരു ട്രൈബൽ ഏരിയയിലോ എഡ്യൂക്കേഷൻ സിസ്റ്റം അത്ര അടിപൊളിയല്ല, പല ലെയർ ഓഫ് എഡ്യൂക്കേഷൻസ് ഇല്ല എന്ന് വിചാരിക്കൂ. ഇപ്പൊ PhDയും അതുപോലെ ഡിഗ്രിയും അതുപോലെ PGയും ഒക്കെ ഒരു സ്വപ്നം കാണാനേ പറ്റുള്ളൂ. ആ ലെവലിലുള്ളവർ മുതൽ പിടിച്ച് കേരളത്തിൽ, ഇത് എല്ലാ സംവിധാനമുള്ള കേരളത്തിലുള്ള പിള്ളേർക്കും എല്ലാവർക്കും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് എന്ത്? NCERT. സോ ഇതൊരു കോമൺ സോഴ്സ് ആയിട്ട് RRBയും കാണുന്നുണ്ട്, SSCയും കാണുന്നുണ്ട്, UPSC വരെ കാണുന്നുണ്ട്. സോ എല്ലാ ക്വസ്റ്റ്യൻസും മാപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം, നമ്മുടെ ബേസിക്സ് കവർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ തുടക്കം എവിടെ നിന്നാണ്? ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം NCERT നിന്നാണ്. പിന്നെ അവിടുന്ന് മുകളിലോട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടുള്ള സോഴ്സ് ആണോ? അല്ല. എന്താണ്? ബേസ് സെറ്റ് ചെയ്യാൻ NCERT ആണ് ബെസ്റ്റ്. അതിന്റെ മുകളിലായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് വൈകിട്ട് നമുക്ക് എന്തിൽ കാണാം? കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം. നമുക്ക് ബേസിക്സ് കവർ ചെയ്യാം. ഓക്കെ, നമുക്കൊരു ചെറിയ കുട്ടിയുടെ ലെവലിൽ നിന്നിട്ട് നമ്മുടെ ബാക്കി നമുക്ക് അറിയാവുന്ന നുക്കും നുറുങ്ങും എല്ലാം മറന്നിട്ട് ഒരു ചെറിയ കുട്ടിയുടെ ലെവലിൽ നിന്നിട്ട് നമുക്ക് എല്ലാം പഠിച്ചു പോവാം. ഓരോ വരിയിലും ചോദ്യങ്ങൾ പഠിച്ച് തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, ഇനി ഒരു ബിഗിനർ ലെവലിലേക്കുള്ള ആളാന്ന് വിചാരിക്കൂ. ഞാൻ ഈ പറയുന്ന പോലെ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ ഞാൻ ഈ +2 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന് മുന്നേ എപ്പോഴോ പഠിച്ചു വിട്ട കാര്യങ്ങളാണ്, എനിക്ക് വലിയ ധാരണ ഇതിനെപ്പറ്റി ഇല്ല. സോ ഇതിന് തുടങ്ങാൻ പറ്റിയ ബെസ്റ്റ് സോഴ്സ് എന്താണ്? ഈ പറയുന്ന പോലെ NCERT തന്നെയാണ്. സോ ഒരു ബിഗിനർ ആയിക്കോട്ടെ, കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള, കുറച്ച് എക്സ്പേർട്ട് ലെവലുള്ള ആളായിരിക്കോട്ടെ, NCERT കവർ ചെയ്യുക, അത് മസ്റ്റാണ്. ഓക്കെ, സോ NCERT പഠിച്ച് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകാം എക്സാം വരെ. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. അടുത്തത്, ഒരു NCERT പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊക്കെ NCERTകൾ നമ്മൾ നോക്കണം. നിങ്ങൾ ഇനിയിപ്പോൾ ഒരു NCERT തപ്പി പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഏത് NCERT? ഇപ്പോൾ ജോഗ്രഫിയുടെ NCERTകൾ ഏതൊക്കെ, അതിൽ ഓരോ സോളാർ സിസ്റ്റത്തിന് ഏത് NCERT, അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ റിവർ പഠിക്കാൻ ഏത് NCERT, അപ്പോൾ ഓരോന്നിനും NCERTകൾ ഏതൊക്കെ, ഇത് മാപ്പ് ചെയ്തുകൊണ്ട് ഒരു NCERTയുടെ ബുക്ക് ലിസ്റ്റ് ഞാൻ ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മുടെ ടെലിഗ്രാമിൽ അത് അവൈലബിൾ ആയിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഈ PDF കൊടുക്കാം. അതിൽ ഓരോ സബ്ജക്റ്റ് വൈസ് ഏതൊക്കെ NCERT വായിക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. സോ അത് വായിക്കുക, അത് വായിച്ചിട്ട് നമുക്ക് പഠനം മുന്നോട്ട് പോവാം.
ഓക്കെ, അടുത്തത് ഒരു PDF കൂടെ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന NCERTകളുടെ കമ്പൈലേഷൻസ്. ഇപ്പൊ സോളാർ സിസ്റ്റത്തിൽ ഏതൊക്കെ ചാപ്റ്റർ NCERTയിൽ ഉണ്ട്, ബുക്കുകളല്ല ചാപ്റ്ററുകൾ, ഒരു 3 ചാപ്റ്ററോളം എന്ത് ചെയ്തിട്ടുണ്ടാവും, കമ്പൈൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതിൽ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഉണ്ടാവും, 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഉണ്ടാവും, +1 ചാപ്റ്റർ ഉണ്ടാവും. ഇത് 3 കമ്പൈൽ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കമ്പൈലേഷൻ, അതായത് ഞാൻ ഈ പറയുന്ന PDF സോളാർ സിസ്റ്റത്തിന്റെ PDF വായിച്ചിട്ട് വരിക, എന്നിട്ട് നമുക്ക് ക്ലാസ് കയറാം. ഓക്കെ, ഞാൻ ഈ ക്ലാസ് പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ അതൊന്ന് ഓടിച്ചു നോക്കുക. ഇതാണല്ലോ NCERT. എന്നിട്ട് നമുക്കിത് ബാക്കി തുടങ്ങാം. അപ്പൊ നിങ്ങളൊന്ന് പോസ് ചെയ്യുക, പോവുക, ഡൗൺലോഡ് ചെയ്യുക, അതൊന്ന് എടുത്ത് വായിക്കുക, എന്നിട്ട് നമുക്ക് തുടങ്ങാം. സോ ഈ 2 PDF പറ്റി നിങ്ങൾ അറിയുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ഡൗൺലോഡ് ചെയ്യുക, അത് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ നമ്മൾ എങ്ങനെ നോട്ടിലേക്ക് കൊണ്ടുവരും? ഓക്കെ, നമ്മൾ NCERT സെഷൻസിനെ നിങ്ങൾ തൽക്കാലം ഒരു പേപ്പറിൽ എഴുതി സൂക്ഷിക്കുക. ഓരോ വരിയായിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇതിന്റെ കൺസെപ്റ്റ് ക്ലാസ് വരില്ലേ? കൺസെപ്റ്റ് ക്ലാസ്സിൽ നമ്മൾ NCERTയുടെ ഒരു പടി മുകളിൽ നിന്നായിരിക്കും പഠിക്കുക. കാര്യം NCERT പൂർണ്ണമായിട്ടുള്ള സോഴ്സ് അല്ലാന്ന് ഞാൻ പറഞ്ഞു, അതിന്റെ മുകളിൽ നിന്നിട്ട് വേണം പഠിക്കാൻ. സോ കൺസെപ്റ്റിന്റെ ക്ലാസ്സിന്റെ സമയത്ത് നമുക്ക് വ്യക്തമായ നോട്ടുകൾ എഴുതാം. ആ നോട്ടുകളിൽ നമ്മൾ ഇന്ന് എഴുതി വെച്ച NCERTയുടെ കാര്യങ്ങൾ വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇന്നൊരു NCERTയുടെ ഒരു പേപ്പർ നോട്ട് എഴുതുന്നു, വൈകിട്ട് കൺസെപ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ നോട്ട് സെറ്റ് ആക്കി വെക്കുന്നു, NCERT അതിലേക്ക് മാപ്പ് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് എല്ലാം കറക്റ്റ് ആയിട്ട് വയ്ക്കുന്നു. സോ നമ്മുടെ നോട്ട് അവസാനം ഒരു കൺസെപ്റ്റ് ക്ലാസ്സിന്റെ നോട്ടാവും, അതിൽ NCERTയിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാ, നിങ്ങൾക്ക് NCERTകൾ ഓരോ ചാപ്റ്ററിന്റെ പേജുകൾ കാണിച്ചിരുന്നു, അതിലുള്ള ഇമേജസ് കാണിച്ചിരുന്നു, അവിടെ അതിൽ എവിടെ നിന്നെല്ലാം ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു തരികയും ചെയ്യുന്നു. സോ അങ്ങനെ നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവാം. ഓക്കെ അല്ലേ? സോ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. PDF ഡൗൺലോഡ് ചെയ്യുക, നോട്ട് നിർബന്ധമായിട്ട് എഴുതുക. പരീക്ഷയ്ക്ക് മുന്നേ നിങ്ങളുടെ കയ്യിൽ നോട്ട് വേണം. ഇതിന് നമുക്ക് കുഞ്ഞു നോട്ടാക്കിയിട്ട് പരീക്ഷയുടെ രാവിലെയും തലേന്നും എല്ലാം വായിക്കാൻ പറ്റണം. സോ 2 സെറ്റ്സ് ഓഫ് നോട്ട് വേണം, ഒരു കൺസെപ്റ്റ് ക്ലാസിന്റെ ഫുൾ നോട്ട്, ഒരു ഷോർട്ട് നോട്ട്. ഈ NCERT ജസ്റ്റ് റഫ് നോട്ട് എഴുതുക, കൺസെപ്റ്റ് ക്ലാസിന്റെ നോട്ടിൽ ആഡ് ചെയ്യുക. ഓക്കെ, സോ നോട്ട് നിർബന്ധമാണ്, അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഈ PDF വായിച്ചിട്ട് മാത്രം നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, അടുത്തത് സോ നമുക്ക് നേരെ ഇനി ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജോഗ്രഫിയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. സോ ജോഗ്രഫിയിൽ തുടങ്ങാൻ പറ്റിയ സ്ഥലം ഏതാണ്? അല്ലെങ്കിൽ എല്ലാ NCERTകളുടെയും ആദ്യത്തെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് എന്താ? നമ്മുടെ ഭൂമിയെ പറ്റി. സോ ജോഗ്രഫി എന്താണ്? ഭൂമിശാസ്ത്രമാണ്. സോ ഭൂമിയെ പറ്റി പഠിക്കുമ്പോൾ ഒരു ബിഗ്ഗർ പെർസ്പെക്റ്റീവില്, ഓക്കെ, കുറച്ചും കൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഭൂമി എവിടെ ഇരിക്കുന്നത്? സോളാർ സിസ്റ്റത്തിന്റെ ഉള്ളിലാണ്. ഈ സോളാർ സിസ്റ്റം എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ഗാലക്സിയുടെ ഉള്ളിലാണ്. ഗാലക്സി എവിടെ ഇരിക്കുന്നത്? നമ്മുടെ യൂണിവേഴ്സിന്റെ ഉള്ളിലാണ്. ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് ഗാലക്സീസ് കൂടി ചെല്ലുമ്പോൾ അതെന്തായി മാറുന്നു? അതൊരു സൂപ്പർ ക്ലസ്റ്ററായി മാറുന്നു. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. സോ ഭൂമിയുടെ ഉള്ളിലുള്ള നദികളും പുഴകളും മലകളും എല്ലാം പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? ഭൂമിയുടെ പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അന്തരീക്ഷത്തിൽ, സ്പേസിലുള്ള കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, സോ നമ്മൾ ആദ്യം തുടങ്ങുക എന്ത് വെച്ചിട്ടാണ്? NCERT വെച്ചാൽ തുടങ്ങുക. ജോഗ്രഫി തുടങ്ങുന്ന ടോപ്പിക് ഏതാണ്? സോളാർ സിസ്റ്റമാണ്. നമുക്ക് നോക്കാം ഏതൊക്കെ ചാപ്റ്ററുകളിലാണ് സോളാർ സിസ്റ്റം ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, ഈ 3 NCERTയിലാണ് മെയിനായിട്ട് സോളാർ സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. ഒന്ന് 6ാം ക്ലാസ്സിന്റെ NCERTയിൽ ബിയോണ്ട് എർത്ത് ഒരു ചാപ്റ്റർ ഉണ്ട്. ഏറ്റവും പുതിയ NCERT ആണ്. ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ബേസ് ബിൽഡ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നമുക്ക് കണ്ടുനോക്കാം. അത് കഴിഞ്ഞാൽ ഇത് പഴയ NCERT ആണ്. ഈ ടോപ്പിക് പുതിയ NCERTയിൽ ഇല്ല, പക്ഷെ പല NCERT ആണ്. പക്ഷെ ഇതിൽ നിന്നാണ് 2019 ജെയിൽ, 2019 NTPCയിൽ ഇതിനകത്ത് ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, ജെയിൽ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, ALPയിൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, കാര്യം ആ സമയത്ത് ഇതായിരുന്നു NCERT, ഇപ്പോൾ ഇതാണ് NCERT. ഓക്കെ, സോ നമുക്ക് ഇതും കവർ ചെയ്യണം. ഈ 6ാം ക്ലാസ്സും 8ാം ക്ലാസ്സും കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ട ഒരു സ്ഥലമുണ്ട്. ഏതാ? കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള 11ാം ക്ലാസ് NCERT ദ എർത്ത്. ഇതില് ബിഗ് ബാങ് തിയറി മുതൽ പിടിച്ച് നെബുലാർ ഹൈപ്പോത്തസിസ് മുതൽ പിടിച്ച് അതുപോലെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ 11ാം ക്ലാസ്സിലേക്ക്. സോ നമുക്ക് ആദ്യം 6ഉം 8ഉം ഒന്ന് മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് 11ലേക്ക് പോവാം. 11 ഏറ്റവും അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യാം. 6ഉം 8ഉം പാരലൽ ആയിട്ട് വെച്ചിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഈ 11ന്റെ ലെവലിലേക്ക് നമ്മുടെ കൺസെപ്റ്റ് ക്ലാസ്സുകൾ പോവാം. കാര്യം ആ ലെവലിൽ പഠിച്ചാൽ നമുക്ക് NTPC പോലെ അല്ലെങ്കിൽ JEE പോലെ കുറച്ച് ഹയർ ലെവൽ എക്സാംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോളാർ സിസ്റ്റത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഈ NCERT ക്ലാസ് കൊണ്ടും ഈ കൺസെപ്റ്റ് ക്ലാസ് കൊണ്ടും നമ്മൾ തീർക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നേരെ കണ്ടന്റിലേക്ക് പോവാം. കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ആർക്കെങ്കിലും ബോർ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി നേരെ ടോപ്പിക്കിലേക്ക് പോവാം. ടോപ്പിക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ മെയിനായിട്ട് ഈ പറയുന്ന NCERTയിൽ കൊടുത്തിട്ടുള്ള ഏതൊക്കെ ടോപ്പിക് ഹെഡുകളാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് സെലസ്റ്റിയൽ ബോഡീസ്. എന്താണ് സെലസ്റ്റിയൽ ബോഡീസ്? അതിന്റെ ഒരു ഡെഫിനിഷൻ. അടുത്തത് കോൺസ്റ്റലേഷൻസ്. സോ ആദ്യം നമുക്ക് സെലസ്റ്റിയൽ ബോഡീസും കോൺസ്റ്റലേഷനും ഒന്ന് പഠിക്കാം.
ഓക്കെ, ആദ്യത്തെ കുറെ ഭാഗങ്ങൾ NCERT കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് സോളാർ സിസ്റ്റത്തിലുള്ള മെയിൻ ഘടകങ്ങൾ നമ്മുടെ സൂര്യൻ, അതുപോലെ നമ്മുടെ ഗ്രഹങ്ങൾ, സോളാർ സിസ്റ്റം, സൺ, പ്ലാനറ്റ്സ്. അടുത്ത് നമുക്ക് അത് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് NCERT എർത്തും മൂണുമാണ്. അതായത് നമ്മുടെ ഭൂമിയും അതിന് ചുറ്റും കറങ്ങുന്ന ചന്ദ്രനും. സോ ഈ ഭൂമിയും ചന്ദ്രനും നമുക്ക് വേറൊരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കാര്യം ഭൂമിയും ചന്ദ്രനും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് സോളാർ എക്ലിപ്സ് പഠിക്കണം, ലൂണാർ എക്ലിപ്സ് പഠിക്കണം, അതുപോലെ എങ്ങനെയാണ് ചന്ദ്രകല ഉണ്ടാവുന്നത്, ചന്ദ്രകല എങ്ങനെയാണ് വലുതായിട്ട് ഫുൾ മൂൺ, അമാവാസി, പൗർണമിയായി മാറുന്നത് എങ്ങനെയാണ്, അതെല്ലാം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അതിൽ തന്നെ ടൈഡ്സ് വരും, വേലിയേറ്റം, വേലിയിറക്കം, അതെല്ലാം മൂണെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, അതൊക്കെ സംഭവിക്കുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. നമുക്ക് സോളാർ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത് സെലസ്റ്റിയൽ ബോഡി പഠിക്കാം, കോൺസ്റ്റലേഷൻ പഠിക്കാം, നമ്മുടെ സണ്ണ്, അതുപോലെ തന്നെ സോളാർ സിസ്റ്റം, സണ്ണ്, പ്ലാനറ്റ്, അത് പഠിക്കാം. ഇനി നമുക്ക് എന്താ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, എന്താണ് ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, പിന്നെ നമ്മുടെ കൊച്ചു കാര്യങ്ങൾ കൂടെ എവിടെയുണ്ട്, സെലസ്റ്റിയൽ ബോഡീസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. എന്ത്, ആസ്റ്റിറോയിഡ് ഉണ്ട്, മീറ്റിറോയിഡ് ഉണ്ട്, കോമെറ്റ് ഉണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ കൂടെ പഠിക്കാം. ഡ്വാർഫ് പ്ലാനറ്റ് ഉണ്ട്, അതായത് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവും, അതുണ്ട്. ഇതെല്ലാം കൂടി കൂടിച്ചേരുന്ന ഗാലക്സി, നമ്മൾ ഏത് ഗാലക്സിയിൽ നമ്മളുള്ളത്, ആകാശഗംഗ, മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിൽ നമ്മളുള്ളത്. സോ ഇതെല്ലാം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യം നമ്മൾ സെലസ്റ്റിയൽ ബോഡീസും കോൺസ്റ്റലേഷൻസും നോക്കാം. അതാണ് ആദ്യത്തെ ചാപ്റ്ററുകൾ NCERT. ഇത് ഞാൻ ഉണ്ടാക്കിയുള്ള ഡിവിഷൻ അല്ല, NCERT ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഓരോന്നോരായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ പോവാം. ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ സെലസ്റ്റിയൽ ബോഡീസിനെയും പിന്നെ കോൺസ്റ്റലേഷനെയും പറ്റിയാ പറയാം. ഇന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു എന്താണ് സെലസ്റ്റിയൽ ബോഡീസ്. നമ്മൾ ആലോചിക്കുക, എർത്ത് അന്തരീക്ഷത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് മാത്രമാണ്, അല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? എർത്ത് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ സ്പേസിലുള്ള ഒരു ഒബ്ജക്റ്റ് മാത്രമാണ്. ഇതുപോലെ ഒരുപാട് ഒബ്ജക്ട്സ് എന്തുണ്ട്, സ്പേസിലുണ്ട്. ഏതൊക്കെ? സൺ ഒരു ഒബ്ജക്റ്റ് ആണ്, പല ഗ്രഹങ്ങളുണ്ട്, ഇതിനെല്ലാം ഉപഗ്രഹങ്ങളുണ്ട്. ഏതൊക്കെ? പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ്. ഗ്രഹം എന്ന് പറയുമ്പോൾ പ്ലാനറ്റ്, സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ ഉപഗ്രഹം. ഓക്കെ, അതല്ലാതെ ഒരുപാട് ഒബ്ജക്ട്സ്, വേറെ ചെറിയ ഒബ്ജക്ട്സ് ഉണ്ട്. എന്ത്? ആസ്റ്റിറോയിഡ്, ഓക്കെ, മീറ്റിയോറൈറ്റ്, നിങ്ങൾ ഉൽക്ക, അതുപോലെ വാൽനക്ഷത്രം, കോമെറ്റ്, ഇതെല്ലാം കേട്ടിട്ടുണ്ടാവും. സോ ഈ ഒബ്ജക്ട്സിനെല്ലാം കൂടെ ഒറ്റ പേരിട്ട് വിളിക്കുന്നതാണ് എന്ത്? ജനറൽ ആയിട്ട് സ്പേസിലുള്ള എല്ലാ ജനറൽ ഒബ്ജക്ട്സിന്റെയും പേരെന്താണ്? സെലസ്റ്റിയൽ ബോഡീസ്. സെലസ്റ്റിയൽ ബോഡീസ് എന്താ? നമ്മുടെ സ്പേസിലുള്ള എർത്ത് ഉൾപ്പെടെയുള്ള, സൺ ഉൾപ്പെടെയുള്ള എല്ലാ ബോഡീസിനെയും ജനറൽ ആയിട്ട് വിളിക്കുന്നത് എന്താണ്? സെലസ്റ്റിയൽ ബോഡീസ് എന്നാണ്. സോ ആദ്യം മനസ്സിലാക്കുക, ഈ സെലസ്റ്റിയൽ ബോഡീസിന്റെ പഠനത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആസ്ട്രോണമി. നിങ്ങൾ 8ാം ക്ലാസ്സിൽ NCERT ആദ്യത്തെ പേജിൽ കാണാൻ പറ്റും എന്ത്? കോൺസ്റ്റലേഷൻ എന്ന് പറയുന്ന പാഠത്തിന് തൊട്ട് മുന്നേ 2 കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് എന്താണ്? സെലസ്റ്റിയൽ ബോഡീസ് എന്താണ്, രണ്ടാമത്തത് സെലസ്റ്റിയൽ ബോഡീസിനെ പറ്റിയുള്ള പഠനത്തിന് വിളിക്കുന്ന പേരെന്താണ്? ആസ്ട്രോണമി. സോ ആ 2 പോയിന്റ് 8ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് പേജിലുണ്ട്. നമുക്ക് ഏറ്റവും പുതിയ NCERT കടക്കാം. ഇതിൽ എന്താ പറയുന്നത്? നുബ്ര വാലിയിൽ 2 പേര് ചെന്നു. നുബ്ര വാലി എവിടെയാ? കശ്മീരിലാണ്. ഈ നുബ്ര വാലിയിൽ ചെന്നപ്പോ ഇവരെന്ത് കണ്ടു എന്നാ പറയുന്നത്? നുബ്ര വാലി ചെന്നപ്പോൾ ഇവരെന്ത് കണ്ടു? ദ വെദർ ഇൻ നുബ്ര വാലി ഈസ് ഓൾമോസ്റ്റ് ക്ലൗഡ്ലെസ് with almost no air and light pollution. The night is clear and visible. നുബ്ര വാലിയിൽ എന്താ? പൊല്യൂഷൻ കുറവാണ്, ക്ലൗഡ് കാര്യമായിട്ടില്ല, അതുകൊണ്ട് അവിടെ സ്കൈ വളരെ വിസിബിൾ ആണ്. അപ്പൊ ഇവർ സ്കൈയിലേക്ക് നോക്കുകയാണ്. ഇവർ സ്കൈയിലേക്ക് നോക്കിയപ്പോൾ കുറെ ഒബ്ജക്ട്സിനെ അവിടെ കണ്ടു. അതിനെല്ലാം വിളിക്കുന്ന പേരെന്താന്ന് ഞാൻ പറഞ്ഞു? സെലസ്റ്റിയൽ ബോഡീസ്. ഇതിൽ തന്നെ ഇവരെന്ത് കണ്ടു? മിക്കവാറും സ്റ്റാർസ് ഒക്കെ ഒരു പ്രത്യേക പാറ്റേണിൽ അലൈൻഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഷേപ്പ് നമുക്ക് അവിടുന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. അതൊരു വ്യത്യസ്തമായ ഷേപ്പുകളിലാണ് പല സ്റ്റാർസ് ഉള്ളത്. ഇപ്പൊ ഇതൊരു സ്റ്റാർ ആണ്, ഇതൊരു സ്റ്റാർ ആണ്, ഇതൊരു സ്റ്റാർ ആണ്, ഇതൊരു സ്റ്റാർ ആണെങ്കിൽ ഇങ്ങനെ കൂട്ടി വരയ്ക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, സോ പല രീതിയിൽ, പല ഷേപ്പിൽ ഇവർക്ക് സ്റ്റാറുകളെ കാണാൻ പറ്റുന്നുണ്ടായി. സോ ഇങ്ങനെ സ്റ്റാറുകളെ ഗ്രൂപ്പ് ചെയ്യുന്നതിന് വിളിക്കുന്നതാണ് എന്ത്? കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. എന്താണ് കോൺസ്റ്റലേഷൻ? എന്താണ്? ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് വിച്ച് ഹാവ് എ ഷേപ്പ്, ഒരു ഷേപ്പുള്ള അല്ലെങ്കിൽ ഷേപ്പിൽ കരുതപ്പെടുന്ന. നമ്മുടെ ഈ പ്രാചീന ആൾക്കാർ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഈ ഷേപ്പിലുള്ള സ്റ്റാർസ് മുകളിലുണ്ട്. നല്ല ക്ലിയർ സ്കൈ ആണെങ്കിൽ എല്ലാ ദിവസവും ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവർ വരുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകുന്നു, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വരുന്നു. ഏത്? ഭൂമി ഇങ്ങനെ കറങ്ങുന്നതനുസരിച്ച്, സണ്ണ് മാറുന്നതനുസരിച്ച് ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ ഈ ഷേപ്സ് പക്ഷേ കറക്റ്റ് തന്നെയാണ്, മാറുന്നില്ല. സോ ഇവരെല്ലാ ഷേപ്പിനും ഓരോ പേരിട്ട് വിളിച്ചു. പല കഥകളും ആസ്പദമാക്കി പല പേരുകൾ വന്നു. ഓക്കെ, ഇപ്പൊ സപ്തഋഷി വന്നു. ഓക്കെ, അതല്ലാതെ ഇപ്പോ കാനിസ് മേജർ ഉണ്ട്. കാനിസ് എന്ന് പറഞ്ഞാൽ എന്താ? പട്ടിയാണ്. സോ പട്ടിയുമായിട്ട് ബന്ധപ്പെട്ടത്. ടോറസ് ബുള്ളുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ഇങ്ങനെ ഓരോന്നിനും ഓരോ പേര്. ഒറിയോൺ വേട്ടക്കാരനാണ്.
സോ ഓരോരുത്തർക്കും ഓരോ പേര് കൊടുത്തവർ വിളിച്ചു തുടങ്ങി. സോ ഇതിനെ ബേസിക്കലി എന്താ വിളിക്കുക? കോൺസ്റ്റലേഷൻ എന്നാ വിളിക്കുക. നക്ഷത്രങ്ങളുടെ ഗ്രൂപ്പിനെയാണ് എന്ത് വിളിക്കുക? കോൺസ്റ്റലേഷൻ എന്ന് വിളിക്കുക. നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇവരെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഥകളിലൂടെയാണ് NCERT കാര്യങ്ങൾ പറയാ. ഞാൻ പറഞ്ഞു 6ാം ക്ലാസ് ലെവലിലുള്ള കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. സോ കഥകളിലൂടെയാണ് ഇവർ പറയാ. നമുക്ക് അവരെന്താ പറയുന്നത്? The group of stars forming patterns were called constellations. Constellations ആണ് അവരെ വിളിക്കുക. ഇനി the stars are joined in imaginary lines drawn for easy identification. ഈ സ്റ്റാർസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇമാജിനറി ലൈൻ വെച്ചിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കി അത് നമ്മൾ കോൺസ്റ്റലേഷൻ എന്ന് വിളിക്കുന്നു. ഒന്നാമത്തെ ആള് ഒറിയോൺ. നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് എഴുതി തന്നെ പഠിക്കാം. ഒറിയോണിന്റെ പേരെന്താണ്? അല്ലെങ്കിൽ ഒറിയോൺ നമ്മൾ എന്തെന്നും അറിയപ്പെടും? ഹണ്ടർ അല്ലെങ്കിൽ വേട്ടക്കാരൻ എന്നും അറിയപ്പെടും. അടുത്തത് ഇനി ഈ ഒറിയോൺ എന്താ? 3 stars in the middle which represent the hunter. ഓക്കെ, ഒരു ഹണ്ടറിന്റെ ബെൽറ്റ് പോലത്തെ 3 സ്റ്റാർ അതിന്റെ മിഡിലുണ്ട്. അതിന്റെ ഇമേജ് കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. നിങ്ങൾ മനസ്സിലാക്കുക ഒറിയോൺ എന്താണ്? വേട്ടക്കാരനാണ്, ഹണ്ടർ ആണ്. ഒന്നാമത്തെ ആളത്. രണ്ടാമത്തെ ആൾ ഏതാ? രണ്ടാമത്തെ ആൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒറിയോൺ കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റലേഷൻ ഉള്ളത് കാനിസ് മേജർ ആണ്. ഏത്? കാനിസ് മേജർ. മനസ്സിലായവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാനിസ് എന്ന് പറഞ്ഞാൽ ഡോഗ് ആണ്, ഡോഗ്. സോ കാനിസ് മേജർ എന്താണ്? ഡോഗ്. ഇപ്പൊ ഒരു വേട്ടക്കാരൻ, ആ വേട്ടക്കാരന്റെ പട്ടി. ഓക്കെ, വേട്ടക്കാരന്റെ പട്ടി ഏതാ? കണ്ടുകഴിഞ്ഞാൽ some people imagine that a hunter Orion and his dog constellation Canis Major is battling with a bull. ഒരു ബുള്ളുമായിട്ട് ഇവർ എന്ത് ചെയ്യാണ്? യുദ്ധം ചെയ്യാണ്. സോ ആ ബുള്ളിന്റെ പേരെന്താ? ടോറസ്. സോ അടുത്ത കോൺസ്റ്റലേഷന്റെ പേര് ടോറസ്. ഓക്കെ, ടോറസ് എന്താണ്? ബുള്ളാണ്. ഓക്കെ, ഇനി അവർ പറയാണ് കാനിസ് മേജറിനകത്ത്, ഈ കാനിസ് മേജർ എന്ന് പറയുന്ന ആളുടെ അകത്ത് ഒരു സ്റ്റാർ ഉണ്ട്. ഓക്കെ, ഒരു അറിയപ്പെടുന്ന ഒരു സ്റ്റാർ ഉണ്ട്. ഏതാണ് ആ സ്റ്റാർ? ആ സ്റ്റാറിന്റെ പേര് സിരിയസ്. ഓക്കെ, അപ്പൊ കാനിസ് മേജറിനകത്ത് അറിയപ്പെടുന്ന ഒരു സ്റ്റാർ ഉണ്ട്. ഏത്? സിരിയസ്. കാനിസ് മേജറിലുള്ള അറിയപ്പെടുന്ന സ്റ്റാറിന്റെ പേരെന്താ? കുറെ സ്റ്റാർ ഉണ്ടല്ലോ, അതിൽ അറിയപ്പെടുന്ന സ്റ്റാറിന്റെ പേരെന്താ? സിരിയസ്. ഓർത്തു വയ്ക്കുക, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റാർ ആണ്. നമ്മൾ മിക്കവാറും നോക്കിയാൽ കാണാൻ പറ്റും ഈ പറയുന്ന സിരിയസ് എന്ന് പറയുന്ന സ്റ്റാറിനെ. സോ സിരിയസ് ഏത് കോൺസ്റ്റലേഷനിൽ പെട്ട സ്റ്റാർ ആണ്? കാനിസ് മേജറിൽ പെട്ട സ്റ്റാർ ആണ്. ഓക്കെ, അടുത്തത് ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ സിരിയസിനെ കണ്ടോ? ഏകദേശം ഒരു ഡോഗിന്റെ ഷേപ്പ് ഇല്ലേ? സിരിയസ് കാനിസ് മേജറിൽ വന്നിരിക്കുന്നുണ്ടോ? ഏകദേശം ഒരു ഡോഗിന്റെ ഷേപ്പ് ഇല്ലേ? ഒറിയോൺ കണ്ടോ? ഒറിയോൺ ഒരു വേട്ടക്കാരന്റെ ഷേപ്പിലേക്ക് എത്തിക്കണോ? എത്തിക്കാം. എങ്ങനെ എത്തിക്കാം നമുക്ക്? നിങ്ങൾ നോക്ക്, ഇത് വേട്ടക്കാരന്റെ ബെൽറ്റ് ആണെന്ന് വിചാരിക്കൂ. ഇത് 2 ഷോൾഡേഴ്സ് ആണെന്ന് വിചാരിക്കൂ. ഇത് പുള്ളിയുടെ തലയാണെന്ന് വിചാരിക്കൂ. ഇത് 2 കാലുകളാണ്. ഓക്കെ, സോ ബെൽറ്റായി, കാലായി, തലയായി, കഴുത്തായി. ഓക്കെ, ഇനി എന്താ ഉള്ളത്? പുള്ളി ദേ അമ്പ് വിടാൻ പോവാ. ഇതാണ് അമ്പ്. ഇതെന്താ? അമ്പ് വിടാൻ വേണ്ടി പുള്ളി നിൽക്കുന്നതായി കാണുന്നത്. സോ വേട്ടക്കാരന്റെ കൂടെ ഒരു പട്ടിയുണ്ട്. അവരെന്താണ്? ബുള്ളിനെ വേട്ടയാടി പിടിക്കാൻ പോവാ, അല്ലെങ്കിൽ ബുള്ളുമായിട്ടുള്ള ബാറ്റലിലാണ്. ആ ബുള്ള് എന്താണ്? ടോറസ്. സോ 3 പേരാണ് ഇവർ ബേസിക് ആയിട്ട് NCERT കൊടുത്തിട്ടുള്ള കോൺസ്റ്റലേഷൻ. ഇവിടെ നിന്ന് നേരിട്ട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സോ ഏതൊക്കെയാണ്? കാനിസ് മേജർ, ഒറിയോൺ, ടോറസ്. ഇതിൽ കാനിസ് മേജറിൽ പെട്ട ഒരു സ്റ്റാർ ആണ് സിരിയസ്. NCERT കൊടുത്തത് കൊണ്ട് നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക. ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തത് ഇനി ഇവർ ഈ 3 പേരിലും മേജർ ആയിട്ടുള്ള സ്റ്റാർസിനെ കൊടുത്തിട്ടുണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആരില്? ഒറിയോണിലുള്ള മേജർ ആയിട്ടുള്ള സ്റ്റാർ ആരാ? കാനിസ് മേജർ നമ്മൾ കണ്ടു. കാനിസ് മേജറിലെ മെയിൻ ആയിട്ടുള്ള സ്റ്റാർ ആരാ നമ്മൾ കണ്ടു? ആരാ മെയിൻ ആയിട്ടുള്ള സ്റ്റാർ നമ്മൾ കണ്ടു? സിരിയസ് ആണെന്ന് കണ്ടു. ഒന്നാമത്തെ. രണ്ടാമത്തെ വരെ കൊടുത്തിട്ടുള്ളത് ഒറിയോണിലുള്ള മേജർ ആയിട്ടുള്ള സ്റ്റാർ. ഒറിയോണിലുള്ള മേജർ ആയിട്ടുള്ള സ്റ്റാർ ആരാ? ബീറ്റിൽ ഗീസ് ആണ്. ബീറ്റിൽ ഗീസ് ആണ് ഒറിയോണിലെ മേജർ ആയിട്ടുള്ള സ്റ്റാർ. ഈ വേട്ടക്കാരൻ എന്ന് പറയുന്നത് പോലെ ബെറ്റിൽ ഗീസിന്റെ പേരെന്താണ്? ഈ ബീറ്റിൽ ഗീസിന്റെ പേരെന്താണ്? ആതിര അല്ലെങ്കിൽ തിരുവാതിര നക്ഷത്രമാണ് ഇത്, ഈ ബെറ്റൽ ഗീസ്. ഓക്കെ, റെഡ് സ്റ്റാർ നമ്മൾ വിളിക്കാറുണ്ട്. ഈ ബെറ്റൽ ഗീസ് എന്താണ്? ഈ ബെറ്റൽ ഗീസ് എന്താണ്? ആർദ്ര എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ആതിരയാണ്. ഏത്? തിരുവാതിര നക്ഷത്രമുള്ളത് എവിടെയാണ്? സോ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ബീറ്റിൽ ഗീവ്സ് ഇസ് എ സ്റ്റാർ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റലേഷൻ? ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം ഉണ്ടാവും. ഉത്തരം ഏതാണ്? ഒറിയോൺ ആണ്. കണ്ടോ, NCERT ഫിഗർ ഉൾപ്പെടെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിക്കാതെ മുന്നോട്ട് പോകാൻ പാടുണ്ടോ? ഇല്ല. സോ ഓർത്ത് വയ്ക്കുക, കാനിസ് മേജറിൽ സിരിയസ് എന്ന് പറയുന്ന സ്റ്റാർ ഉണ്ട്, ഒറിയോണിൽ ബെറ്റൽ ഗീസ് എന്ന് പറഞ്ഞ സ്റ്റാർ ഉണ്ട്. ഇനി ടോറസിലുള്ള സ്റ്റാറിന്റെ പേര് എന്താണ്? ടോറസ്. മൂന്നാമത്തെ കോൺസ്റ്റലേഷന്റെ പേര് ടോറസ്. നമ്മൾ ബുള്ള് നേരത്തെ വിളിച്ച ടോറസ്. ടോറസിലുള്ള സ്റ്റാറിന്റെ പറഞ്ഞ പേരാണ് അൽഡിബറൻ. അൽഡിബറൻ. ഈ അൽഡിബറൻ നമുക്ക് ആരാ? നമുക്ക് അവൻ രോഹിണിയാണ്. രോഹിണി നക്ഷത്രം കേട്ടിട്ടില്ലേ?
സോ രോഹിണി നക്ഷത്രം ഏതിലാണ്? ടോറസിലാണ്, ബുള്ളിലാണ്. സോ രോഹിണി ബുള്ളിന്റെ മുകളിൽ കയറിയിരിക്കുന്ന പോലെ ആലോചിക്കൂ. രോഹിണി എവിടെയാണ്? ബുള്ളിലാണ്. രോഹിണിയുടെ വേറെ പേരെന്താ? അൾഡിബ്രാൻ. ഓക്കെ. സോ സിരിയസ് ഒരു പട്ടിയുടെ പേരായിട്ട് ആലോചിക്കൂ. അപ്പൊ കാനിസ് മേജർ ആയിട്ട് ഓർത്ത് വയ്ക്കാം. തിരുവാതിര വേട്ടക്കാരന്റെ കയ്യിലാണ് തിരുവാതിര ഉള്ളത്, അങ്ങനെ ആലോചിക്കൂ. ഇനി ഒരു ബുള്ളിന്റെ മുകളിൽ രോഹിണി ഉണ്ടെന്ന് ആലോചിക്കൂ. ഓക്കെ. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട്, ഇവിടെ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. ഇതൊന്നും പോരാഞ്ഞിട്ട് കൃതിക എന്ന് പറയുന്ന ഒരു സ്റ്റാറിന്റെ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ. ഈ സ്റ്റാറിന്റെ ഗ്രൂപ്പും ഉള്ളത് എവിടെയാണ്? ടോറസിൽ തന്നെയാണ്. സോ ടോറസിൽ രോഹിണി ഉണ്ട്, അതുപോലെ തന്നെ ഏതാണുള്ളത്? കൃതിക. ഇതെല്ലാം എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. RRB ജെയ്ക്കും, RRB ALPക്കും, NTPCക്കും, CGLനും, CHSLനും, എന്തിന് UPSCക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാര്യം എന്താ? ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കല്ലേ. ഓക്കെ. കൃതികയുടെ പേര് കണ്ടോ? പ്ലീഡസ്. ഓക്കെ. പ്ലീഡസ് എന്ന് പറയുന്ന കൃതിക, പ്ലീഡസ്. ഓക്കെ. ഇതിന്റെ ഇംഗ്ലീഷ് പേര് പഠിച്ചു വെക്കുക. നമ്മുടെ സംസ്കൃത വേർഷൻ ഓഫ് പേര്, അല്ലെങ്കിൽ നമ്മൾ മലയാളം നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും സംസ്കൃത വേർഷൻ ഓഫ് പേര് പഠിച്ചു വെക്കുക. ഏത് കോൺസ്റ്റലേഷനിൽ വരുന്നതാണെന്നും പഠിച്ചു വെക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ ഞാനിവിടെ എഴുതിയേക്കുന്ന കാര്യങ്ങളില്ലേ, നമുക്ക് ഒന്നുകൂടെ പറയാം ഇതെല്ലാം. ഓക്കെ. സോ അൽഡിബറാൻ ഇസ് എ സ്റ്റാർ കോൺസ്റ്റലേഷൻ ടോറസ് നെയിംഡ് ആസ് രോഹിണി. നമ്മൾ ആതിര പഠിച്ചു, രോഹിണി പഠിച്ചു, അതിന്റെ കൂടെ തന്നെ നമ്മൾ കൃതികയും പഠിച്ചു. നമുക്ക് മൂവ് ഓൺ ചെയ്യാം, അടുത്തതിലേക്ക് പോവാം. അടുത്തത്, ഇതെല്ലാം ഇരിക്കുമ്പോഴും ഇനി ഒരാളും കൂടെ ഉണ്ട് NCERT-യില്. പഴയ NCERT-യിലും പുതിയ NCERT-യിലും എല്ലാം കൊടുത്തേക്കുന്ന ഒരാളുണ്ട്, സപ്തഋഷി. 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 സപ്തഋഷിനെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? അർസ മേജർ. അർസ മേജർ. ഇതിന്റെ മറ്റൊരു പേരാണ് കൊടുത്തിട്ടുണ്ട്, എന്ത്? ബിഗ് ഡിപ്പർ. എന്താണ് അടുത്ത പേരെന്താ? ബിഗ് ഡിപ്പർ. ഓക്കെ. ഇപ്പൊ തന്നെ 3 പേരായി. ഒന്ന് എന്താ? അർസ മേജർ, സപ്തഋഷി, ബിഗ് ഡിപ്പർ. ഇപ്പൊ തന്നെ 3 പേരായി. ഓക്കെ. ഇത് എഴുതി വെച്ചേക്കുന്നു. ഇനി അർസ മൈനർ ഉണ്ട്. അർസ മൈനറിന്റെ പേരെന്താ? ഓക്കെ, സോറി. അർസ മൈനറിന്റെ പേരെന്താ? അർസ മൈനറിന്റെ പേര് ലിറ്റിൽ ഡിപ്പർ. ഓക്കെ. സോ അർസ മൈനർ ലിറ്റിൽ ഡിപ്പർ ആണ്, അർസ മേജർ ബിഗ് ഡിപ്പർ ആണ്. സോ ഓർത്ത് വയ്ക്കുക. അർസ മേജർ എന്താണ്? അർസ മേജർ ഒരു കോൺസ്റ്റലേഷൻ ആണ്. ബിഗ് ഡിപ്പർ ഉണ്ട്, അതുപോലെ ലിറ്റിൽ ഡിപ്പർ ഉണ്ട്. ഈ അർസ മേജറിനോട് അടുത്ത് കിടക്കുന്ന മറ്റൊരു സ്റ്റാർ ആണ് ഈ പോൾ സ്റ്റാർ. അതിൽ നമ്മൾ ധ്രുവങ്ങളിൽ കണ്ടുവിടുന്ന സ്റ്റാർ. പോൾ എന്താണ്? ധ്രുവം. ധ്രുവം ഏതാണ്? നമ്മുടെ എർത്തിന്റെ മുകളിലുള്ള നോർത്തേൺ പോള്, സൗതേൺ പോള്. നമുക്ക് 2 പോൾസ് ഉള്ളത്, നദേൺ പോള്, സദേൺ പോള്, ആർട്ടിക്, അന്റാർട്ടിക്. എല്ലാവർക്കും അറിയായിരിക്കും. നമുക്കിത് മുന്നോട്ട് പോകുമ്പോൾ ജോഗ്രഫിയിൽ ഇതെല്ലാം കാണാം. സ്റ്റിൽ ഈ പോളിന്റെ അടുത്തുള്ള ഒരു സ്റ്റാർ ആണ് ഇത്, പോളാർ സ്റ്റാർ. അത് എപ്പോഴും സ്റ്റേഷനറി ആ, ഒരു സ്ഥലത്ത് നിൽക്കുക. ഈ പോളാർ സ്റ്റാറിന്റെ അടുത്ത് കിടക്കുന്ന കോൺസ്റ്റലേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയും? അർസ മേജർ എന്ന് പറയും. സോ പോളാർ സ്റ്റാറിന്റെ അടുത്ത് കിടക്കുന്ന അർസ മേജർ. സോ ഇത് പോളാർ സ്റ്റാർ ആണ്, ഇത് പോളാർ സ്റ്റാർ ആണ്. സോ അർസ മേജറും അർസ മൈനറും അല്ലെങ്കിൽ ലിറ്റിൽ ഡിപ്പറും ബിഗ് ഡിപ്പറും ഇവരാണ് ഇവിടെ പോളാർ സ്റ്റാറിന്റെ പ്രോക്സിമിറ്റിയിൽ അടുത്ത് കിടക്കുന്ന 2 കോൺസ്റ്റലേഷൻസ്. സോ നമ്മൾ പോൾ സ്റ്റാർ നോക്കി, അതുപോലെ തന്നെ നമ്മൾ എന്ത് നോക്കി? അർസ മേജറും നോക്കി. സോ നമ്മൾ ഒറിയോൺ പഠിച്ചു, ടോറസ് പഠിച്ചു, കാനിസ് മേജർ പഠിച്ചു, അതിലുള്ള സ്റ്റാർസ് പഠിച്ചു, അർസ മേജർ പഠിച്ചു. അർസ മേജറിന്റെ അടുത്തുള്ള സ്റ്റാർ ഏതാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അർസ മൈനറിന്റെ അടുത്തുള്ള സ്റ്റാർ ഏതാന്ന് പറഞ്ഞു? പോളാർ സ്റ്റാർ ആണെന്നും പറഞ്ഞു. ഓക്കെ. ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞില്ലേ, നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ. ഇനി നോട്ട് ഓൾ സ്റ്റാർസ് ആർ കോൺസ്റ്റലേഷൻ ആർ വിസിബിൾ ഇൻ എർത്ത്. നമുക്ക് എല്ലാ സ്റ്റാർസും ഇത് കാണാൻ പറ്റുമോ? നമ്മുടെ എർത്തിൽ നിന്ന് കാണാൻ പറ്റുന്ന എല്ലാം നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് വളരെ കുറച്ചേ കാണാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഏകദേശം കുറച്ചൊക്കെ കണ്ടു. ഇപ്പോ നമ്മുടെ ഇന്റർനാഷണൽ ആസ്ട്രോണമിക് യൂണിയൻ അവരാണ്, ഇന്റർനാഷണൽ ആസ്ട്രോണമിക് യൂണിയൻ ആണ് ഇത് തീരുമാനിക്കുന്നത്. എന്തൊക്കെ ഉണ്ട്, എത്ര സ്റ്റാർസ് ഉണ്ട്, ഈ പ്ലൂട്ടോനെ എടുത്ത് മാറ്റണോ, പ്ലൂട്ടോ പ്ലാനറ്റ് തന്നെയാണോ, പ്ലൂട്ടോ പ്ലാനറ്റ് അല്ലേ, അല്ലെങ്കിൽ എത്ര സ്റ്റാർസ് ഉണ്ട്, എത്ര കോൺസ്റ്റലേഷൻ ഉണ്ട്, ഇപ്പൊ സാറ്റേൺ പുതിയൊരു ഉപഗ്രഹം കണ്ടുപിടിക്കുക, ഇതൊക്കെ നോക്കുന്നത് ഇന്റർനാഷണൽ ആസ്ട്രോണമിക് യൂണിറ്റ് ആണ്. നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവർ പറയുന്നത് 88 നോൺ കോൺസ്റ്റലേഷൻസ് ഉണ്ടെന്നാ. എത്ര എണ്ണം? 88. അത് ഇതിനകത്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾക്ക് എണ്ണം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. നമ്മൾ ഈ NCERT-യിലുള്ളത് മാത്രം പഠിക്കുള്ളൂ. നമ്മൾ NCERT-യിലുള്ളത് മാത്രം പഠിച്ചാൽ മതി, അത് കൂടുതൽ നമ്മൾ പഠിക്കേണ്ട. ഇത്രയും ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. ഇതിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ വരും, അത്രയേ ഉള്ളൂ. ഓക്കെ. സോ നമുക്ക് പഠിക്കേണ്ടത് 82 എണ്ണം പഠിക്കണോ? ഇല്ല, 88 എണ്ണം IAU, 82 എണ്ണം, 88 എണ്ണം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ NCERT-യിൽ കൊടുത്തത് പഠിക്കുന്നു. ഇതായിരിക്കും എന്റെ മൂഡ് ഓഫ് സ്റ്റഡി. ഞാൻ ഇങ്ങനെയായിരിക്കും പഠിക്കുക. അതാ പറയണേ, NCERT-യുടെ ബേസിൽ നിന്നിട്ട് വേണം നമ്മൾ പഠിച്ചു തുടങ്ങാനെന്ന്. സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇതിനകത്തുള്ളത്. നമുക്കിനി ഈ പറയുന്ന NCERT കഴിഞ്ഞു. ഏത് നമ്മൾ ഇത്ര നേരം പറഞ്ഞ 6ാം ക്ലാസ്സിലെ ബിയോണ്ട് എർത്ത് NCERT ആ. ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. 8ാം ക്ലാസ് NCERT-യിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എന്ത് കണ്ടോ? ഒരു ബിയറിന്റെ ഷേപ്പ് കണ്ടോ ഇതിന്? ഇത് ഏതാ നമ്മൾ പറഞ്ഞേ? ഇത് അർസ മേജർ ആണ്.
സോ ഈ അർസ മേജറിന് ഒരു ബിയറിന്റെ ഷേപ്പ് കൂടി ഉണ്ട്. സോ അർസ മേജറിന് ഒരു പേരും കൂടി ഉണ്ട്, എന്ത്? ഗ്രേറ്റ് ബിയർ. സോ അർസ മേജറിന്റെ പേരൊക്കെ എന്തൊക്കെയാ? അപ്പോ അർസ മേജറിന്റെ പേര് എന്തൊക്കെയാ? ആദ്യം നമ്മൾ പറഞ്ഞു ബിഗ് ഡിപ്പർ, പിന്നെ നമ്മൾ പറഞ്ഞു സപ്തഋഷി, ഇപ്പൊ നമ്മൾ പറയണു ഗ്രേറ്റ് ബിയർ. മൊത്തം 4 പേരുകളായി. ഓക്കെ, മൊത്തം 4 പേരുകൾ ഉണ്ട് ആർക്ക്? ഈ അർസ മേജറിന്. ഓക്കെ, ഈ 4 പേരുകളിൽ ഏത് ചോദിച്ചാലും അർസ മേജർ കുത്തുക. ഓപ്ഷൻസ് ചോദിക്കാം, ഓപ്ഷൻസിൽ വരാം, ചോദ്യങ്ങൾ ചോദിക്കാം, എന്തും ചെയ്യാം. സോ ഇത് മനസ്സിലാക്കുക. ഓറിയോൺ നമ്മൾ പറഞ്ഞു, ഇപ്പൊ കണ്ടോ, വേട്ടക്കാരന്റെ ബെൽറ്റ്, വേട്ടക്കാരന്റെ 2 ഷോൾഡർ, വേട്ടക്കാരന്റെ തല, വേട്ടക്കാരന്റെ കാല്, ഇതെന്താണ്? പുള്ളി യുദ്ധം ചെയ്യാൻ വേണ്ടി പോവാണ്, അതിന്റെ ആയുധങ്ങളാണ്. സോ ഇതൊരു വേട്ടക്കാരനെ പോലെ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഈ സി കൊടുത്തിട്ടുള്ളത് കാസിയോപ്പിയ ആണ്. അത് പുതിയൊരു കോൺസ്റ്റലേഷൻ ആണ്, വിന്റേഴ്സിൽ മാത്രം കാണുന്ന ഒരു കോൺസ്റ്റലേഷൻ ആണ്. ഓക്കെ, ഇത് 8ാം ക്ലാസ്സിലെ NCERT കുറച്ചുകൂടി ഇൻഫർമേഷൻസ് നമുക്ക് നോക്കാം. 6-ലില്ലാത്ത എന്താ 8-ലുള്ളത് നോക്കാം. ഇനി ഇതേതാ? ലിയോ മേജർ. ലിയോ മേജർ ഒരു ഹോഴ്സിന്റെ ഷേപ്പിലുള്ളതാണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. ലിയോ മേജർ ഹോഴ്സിന്റെ ഷേപ്പിലുള്ളതാണ്. ഇതെല്ലാം വ്യക്തമായിട്ട് നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാട്ടോ. ജസ്റ്റ് ഞാൻ NCERT-ലുള്ള നിങ്ങൾക്ക് ഇമേജ് വെച്ചിട്ട് ഇത്രയും ഇന്ററാക്റ്റീവ് ആയിട്ട് NCERT കൊടുത്തിരിക്കും, നമ്മൾ പഠിക്കാതെ പോകാൻ പാടുണ്ടോ? ഇല്ല, അതുകൊണ്ടൊന്ന് പറഞ്ഞു പോകുന്നതാണ്. സോ അർസ മേജറിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഗ്രേറ്റ് ബിയർ എന്നും ബിഗ് ഡിപ്പർ എന്നും സപ്തഋഷി എന്നും പേരുണ്ട്. നമ്മൾ ഈ പറയുന്ന 4 പേരുകളും ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നു. ഇനി എന്താ പറയുന്നവര്? സപ്തഋഷി എന്താണ്? പണ്ട് കാലങ്ങളിൽ 7 ഋഷിമാരാണ് ഇവർ എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. 7 സേജസ് ആണ് സപ്തഋഷി. ഇതിനെല്ലാം പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ PDF എൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ടാവും. സോ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത്. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഓക്കെ, സോ നമ്മൾ ഇനി കിടക്കുന്നതിന് മുന്നേ ഒരു ചോദ്യം നോക്കൂ. വിച്ച് ഈസ് ദ മോസ്റ്റ് ഫേമസ് കോൺസ്റ്റലേഷൻ വിച്ച് അപ്പിയേഴ്സ് ഇൻ ഏർലി സമ്മർ നൈറ്റ്സ് വിച്ച് ഹാസ് എ ബിയർ ഷേപ്പ്? ഓക്കെ, ബിയർ ഷേപ്പ് ഉള്ള നമ്മൾ പറഞ്ഞു, നമ്മൾ ഒറ്റടിക്ക് ഉത്തരം ചെയ്താൽ അർസ മേജർ ആണെന്ന് പറഞ്ഞു. ദേ കിടക്കുന്നു, ബിയറിനെ പോലെ ഇരിക്കുന്ന കണ്ടില്ലേ? ബിയറിനെ പോലെ ഇരിക്കുന്നത്. ദേ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഇതൊക്കെ വളരെ എളുപ്പമായി. ആരെന്താ ഇതിപ്പോ എവിടെ ചോദിച്ച ചോദ്യം? അത് കണ്ടോ, RRB ജെയ്ക്ക് ചോദിച്ചതാ, ഡിഗ്രി ലെവൽ പരീക്ഷ, നേരിട്ട് NCERT ചോദിച്ചാണ്. കണ്ടോ, സമ്മർ ടൈമില് ഏർലി പാർട്ട് ഓഫ് നൈറ്റിലുള്ളത് ഏതാ? അർസ മേജർ. ദേ നേരിട്ടൊരു ക്വസ്റ്റ്യൻ. അർസ മേജറിന്റെ വേറെ പേരെന്താ? ഗ്രേറ്റ് ബിയർ. നേരിട്ട് ക്വസ്റ്റ്യൻ മാപ്പ് ചെയ്താണ്ടോ? ഇങ്ങനെ നമ്മൾ പഠിക്കുക. ഓക്കെ, പഴയ NCERT-ൽ ഞാൻ കാണിക്കാത്ത എന്താ? പുതിയ NCERT-ൽ ഞാൻ കാണിക്കാത്ത എന്താ? ഇപ്പൊ ബിയോണ്ട് എർത്തിൽ ചോദ്യങ്ങൾ ഞാൻ കാണിച്ചില്ലല്ലോ. അതിന്റെ കാരണം എന്താ? അത് പുതിയ NCERT, അതിന് ചോദിക്കാൻ പോകുന്നേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇനി NTPCക്ക് ചോദിക്കാൻ പോകുന്ന പുതിയ NCERT എന്നായിരിക്കും, ബിയോണ്ട് എർത്തിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യത. ഓക്കെ, ഇനി ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ബേസ് പടുത്തുയർത്താൻ ആ NCERT ഉപയോഗിക്കാം. പഴയ NCERT നേരിട്ട് ചോദ്യം കണ്ടോ? നമുക്ക് മുന്നോട്ട് പോവാം. ഇത് മാത്രം നോക്കിയിരുന്നാൽ മതിയോ? ബാക്കി കാര്യങ്ങൾ അറിയണ്ടേ? മുന്നോട്ട് പോവാം. അടുത്തത് ഒറിയോണെ പറ്റി നമ്മൾ പറഞ്ഞു. ഒറിയോൺ വേട്ടക്കാരനാണ്. ഇതിലുള്ള എക്സ്ട്രാ ഡീറ്റെയിൽ എന്താണെന്ന് അറിയോ? വിന്ററിലാണ് ഒറിയോൺ ഉള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒറിയോൺ ആണ്. ഒറിയോണിലുള്ള സ്റ്റാറിന്റെ പേരെന്താന്ന് പറഞ്ഞു? ബെറ്റൽഗീസ് ആന്ന് പറഞ്ഞു. ബെറ്റൽഗീസ് ആണ്. അത് ഏത് സീസണിലുള്ളത്? അതുള്ളത് വിന്റർ സീസണിലാന്ന് കൂടെ പറഞ്ഞു. എല്ലാവർക്കും ഓക്കെ അല്ലേ? അതിന്റെ വേറെ അപരനാമം എന്താ? ഹണ്ടർ. ഈ 3 പോയിന്റ് മാത്രം പഠിച്ചാൽ മതിയോ? പഠിച്ചാൽ മതി. അതിൽ കൂടുതൽ പഠിക്കണ്ട, അതിൽ കൂടുതൽ നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് പോകണ്ട, കൂടുതൽ റിസർച്ച് ചെയ്യണ്ട. സോ ഒറിയോൺ എന്താണ്? ഒരു കോൺസ്റ്റലേഷൻ ആണ്. അതിലുള്ള മേജർ സ്റ്റാർ ബെറ്റൽഗീസ് ആണ്. അത് ഏത് സീസണിലാണ്? വിന്റർ സീസണിലാണ്. അതിന്റെ പേര്, ഒരു അപരനാമം എന്താണ്? ഹണ്ടർ എന്നാണ്. അതുപോലെ തന്നെ അടുത്തത് കാസിയോപ്പിയ. കാസിയോപ്പിയ എപ്പോഴാണ് കാണപ്പെടുന്നത്? വിന്ററിൽ തന്നെയാണ് കാണപ്പെടുന്നത്. കാസിയോപ്പിയ എപ്പോഴാണ് കാണപ്പെടുന്നത്? വിന്ററിൽ തന്നെയാണ് കാണപ്പെടുന്നത്. ഇതിന് നിക് നെയിംസ് ഒന്നുമില്ല. അതിനെപ്പറ്റി അത്രയും കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, കശ്യപ്യ നമ്മൾ കാണും നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ, പക്ഷെ അത് പഠിക്കേണ്ട കാര്യമില്ല. കാസിയോപ്പിയ നേരിട്ടേ ചോദിക്കുള്ളൂ. ഇത് ഇതിനകത്ത് ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് പഠിക്കാം, അത്ര തന്നെ. ഓക്കെ, സീരിയസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സീരിയസ് എവിടെയാണ് നമ്മൾ പഠിച്ചിരുന്നു? നേരത്തെ പറഞ്ഞതാണ്. സീരിയസ് ഏത് സ്റ്റാർ ആണ്, ഏതിലുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ. ഞാൻ ഇനി വീണ്ടും ഒന്നുകൂടെ പറയുന്നില്ല. സോ ഏതാണ്? നിങ്ങൾ എന്തെന്ന് ഓർത്തോ, നമ്മൾ എവിടെയാ പറഞ്ഞിരുന്നു. ഓക്കെ, സോ ഒറിയോണിലുള്ള ഒരു സ്റ്റാർ ഏതാണെന്ന്? ബെറ്റൽഗീസ് ആണ്. സിരിയസ് ഒറിയോണിന്റെ അടുത്താണ് നമ്മൾ പറയുന്നുണ്ട്. സിരിയസ് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആണ്. നമുക്ക് രാത്രി കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളിപ്പോ എന്തൊക്കെയാ പഠിച്ചേ? കോൺസ്റ്റലേഷൻ പഠിച്ചു. സോ NCERT-ൽ കൊടുത്തിട്ടുള്ള കോൺസ്റ്റലേഷൻ ഏതൊക്കെയാണ്? ഒന്ന് ഒറിയോൺ, അടുത്തത് ടോറസ്, അടുത്തത് നമ്മൾ പഠിച്ചത് നിങ്ങൾ ഓർത്ത് നോക്കുക. നമ്മൾ വേറെ ഏതൊക്കെ പഠിച്ചു? ഈ ഒറിയോണിന്റെ സ്റ്റാർ പഠിച്ചു, ടോറസിന്റെ സ്റ്റാർ പഠിച്ചു, അർസ മേജർ പഠിച്ചു, അർസ മൈനർ പഠിച്ചു. നമ്മൾ ജസ്റ്റ് ഇപ്പോ ഒറിയോൺ ഇപ്പൊ നമ്മൾ കണ്ടൊരു സാധനം ഉണ്ടല്ലോ, കാസിയോപ്പിയ പഠിച്ചു. ഇത് വിന്ററിലാന്ന് അറിഞ്ഞു, ഇത് സമ്മറിലാണ്, അത് കണ്ടു. ഇതിനകത്തുള്ള സ്റ്റാർ ഏതാന്ന് കണ്ടു. അർസ മേജറിലുള്ള തൊട്ടടുത്തുള്ള സ്റ്റാർ ഏതാ? പോളാർ.
പോളാർ സ്റ്റാർ ആണ്. അടുത്തുള്ള സ്റ്റാർ ഒറിയോണിലുള്ള സ്റ്റാർ ഏതാ? ബീറ്റിൽ ഗീസ് ആണെന്ന് കണ്ടു. ഇതെല്ലാം നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക കറക്റ്റ് ആയിട്ട്. ടോറസിനകത്തുള്ള സ്റ്റാർ ഏതാ നമ്മൾ കണ്ടു, ഏതാണ്? ആതിരയാണ്. ടോറസിലുള്ള തൊട്ടടുത്ത് കിടക്കുന്ന വേറൊരു സ്റ്റാർ കണ്ടു, കൃതിക കണ്ടു. ഓക്കെ, ആതിരയല്ല, സോറി, ടോറസിലുള്ള സ്റ്റാർ രോഹിണിയാണ്. ഇനി എന്താ നമുക്കുള്ളത്? ഓക്കെ, നമ്മൾ കാനിസ് മേജർ കണ്ടില്ലേ? കാനിസ് മേജറിലുള്ളത് ആരാണ്? ഡോഗ് ഷേപ്പിലുള്ളതാണ്. അതിനകത്തുള്ള സ്റ്റാർ ഏതാന്ന് കണ്ടു നമ്മൾ. സോ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു. സോ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും കോൺസ്റ്റലേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. സോ കോൺസ്റ്റലേഷൻ പറഞ്ഞ് ഇത്രയും പഠിക്കാനുള്ള, നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ, മുന്നോട്ട് പോകാം. ഞാൻ ജസ്റ്റ് അതൊന്ന് നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നോളൂ, ഇതെല്ലാം നമുക്ക് ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറയാം. അടുത്തത് നമ്മൾ ഇനി സോളാർ സിസ്റ്റത്തിലേക്ക് കയറാൻ പോവാണ്. എവിടെ? സോളാർ സിസ്റ്റം. ആദ്യം സണ്ണിനെ പറ്റിയാണ് പറയുന്നത്. സൺ എന്താണ്? 100 times ബിഗർ ദാൻ എർത്ത് എന്ന് പറയുന്നത് ക്രൂഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. ഏകദേശം 109 ടൈംസോ അങ്ങനെ എന്തോ ഉണ്ട്, നമുക്കൊന്ന് കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ അതവിടെ നിൽക്കട്ടെ. എത്ര? 100 times എന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു ക്രൂഡ് ആയിട്ടുള്ള വാല്യൂ. കൊച്ചു പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയാണ്. സോ 100 times ബിഗർ ആണ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദ ഡിസ്റ്റൻസ് ഓഫ് സൺ എത്രയാണ്? എർത്തിൽ നിന്ന് സണ്ണ് ഏകദേശം 149 ആണ്. 150 മില്യൺ എന്ന് ഒരു അപ്രോക്സിമേറ്റ് കണക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ? ചെറിയ പിള്ളേർക്ക് പഠിക്കാനുള്ളതാ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളത് കൺസെപ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം, എത്രയാണെന്ന് കറക്റ്റ്. ഇനി ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണ്? ഇസ് ദ അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് ഫ്രം സൺ ടു എർത്ത്. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, സണ്ണിൽ നിന്ന് നമ്മളിലേക്കുള്ള ദൂരം നമ്മളൊരു ബേസ് ആയിട്ട് കണക്കൂട്ടി 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പോൾ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണ്? എർത്ത് ടു സൺ. എർത്തിൽ നിന്ന് സണ്ണിലേക്കുള്ള ദൂരം. അപ്പൊ എത്രയാ? 150 മില്യൺ. സോ 150 മില്യൺ കിലോമീറ്റർ ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. എർത്തിൽ നിന്ന് സണ്ണിലേക്കുള്ള ദൂരം. അത് വെച്ചിട്ട് ബാക്കി എല്ലാവരും നമ്മൾ കണക്കൂട്ടും. ഒരു ടേബിൾ ലാസ്റ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നമുക്ക് സണ്ണ് മനസ്സിലായി. ഇതിനകത്ത് നമുക്ക് ഈ ഡാറ്റ ഏതാണ്? 100 ഇരട്ടി ഉണ്ട്. ഏതിന്റെ? എർത്തിന്റെ 100 ഇരട്ടി ഉണ്ടെന്ന് മനസ്സിലായി. അതുപോലെ 1 AU എത്രയാണ്? എർത്തിൽ നിന്ന് സണ്ണിലേക്കുള്ള ദൂരം. അതെത്രയാണ്? 150 മില്യൺ കിലോമീറ്റർ. സോ ഇത്രയും ഡാറ്റ നമുക്ക് ഈ പേജിൽ നിന്ന് കിട്ടിയില്ലേ? നമുക്ക് അടുത്ത പേജിലേക്ക് കടക്കാം. ഇതിലെന്താ പറയുന്നത്? ദർ ആർ മെനി ഒബ്ജക്ട്സ് ഇൻ ദ സ്കൈ, സൺ ടുഗദർ ആൻഡ് അവർ സോളാർ സിസ്റ്റം. ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ട്, ഒരു സൺ ഉണ്ട്, അതിന്റെ ചുറ്റും കുറെ ആൾക്കാർ കറങ്ങുന്നുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി ഇവിടെ കുറെ ആസ്റ്ററോയിഡ്സ് ഉണ്ട്, പിന്നെ കുറെ കോമറ്റ്സ് ഉണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സോളാർ സിസ്റ്റം. നിങ്ങൾക്ക് അറിയാം, അത് ഞാൻ കുറച്ച് സ്പീഡിൽ പോണേ. അടുത്തത്, സണ്ണിന്റെ ചുറ്റും ഇവർ കറങ്ങുന്നതിനെ, ഒരു ബോഡി സണ്ണിന് ചുറ്റും കറങ്ങുന്നതിനെ പറയുന്ന പേരെന്താണ്? റെവല്യൂഷൻ. അത് സ്വന്തമായിട്ട് കറങ്ങുന്നതിന്, സ്വന്തം അച്ചുതണ്ടില്, ഓക്കെ, സ്വന്തം അച്ചുതണ്ടിൽ അത് കറങ്ങുന്നതിനെ വിളിക്കുന്ന പേരെന്താ? വിളിക്കുന്നത്? അതാണ് റൊട്ടേഷൻ. ഓക്കെ, സണ്ണിന് ചുറ്റും കറങ്ങുന്നതിനെ വിളിക്കുന്ന പേരെന്താ? റെവല്യൂഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്നാലും ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പോവാ. ഓക്കെ, റൊട്ടേഷൻ, റെവല്യൂഷൻ. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചന്ദ്രൻ എങ്ങനെയാ ചെറുതാവുന്നത്, വലുതാവുന്നത്, അത് ചന്ദ്രനെ നമ്മൾ കാണാതെ ആവുന്ന, അമാവാസ്യ എങ്ങനെ ഉണ്ടാവുന്നത്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ പറയാം. ജസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞു പോവാണ്. അടുത്ത ടോപ്പിക്, ഓരോരോ ഗ്രഹങ്ങളെ പരിചയപ്പെടാം. ഓരോ ഗ്രഹങ്ങളിലേക്ക് പോകാം. നമുക്ക് എത്ര ഗ്രഹങ്ങളുണ്ട്? ആദ്യം 9 എണ്ണം ഉണ്ടായി, ഇപ്പൊ 8 എണ്ണേ ഉള്ളൂ. ആരെ പിടിച്ച് പുറത്താക്കിയേ? പ്ലൂട്ടോനെ പിടിച്ച് പുറത്താക്കിയ. കാര്യം എന്താ? പ്ലൂട്ടോ, ഈ പ്ലാനറ്റ്സിനെ കുറച്ച് നിബന്ധനകളുണ്ട്, നമുക്കിന്ന് കൺസെപ്റ്റ് ക്ലാസ്സിൽ പറയാം. അതെല്ലാം പ്ലൂട്ടോ എന്ത് ചെയ്യുന്നില്ല? കറക്റ്റ് ആയിട്ട് നോക്കുന്നില്ല. അല്ലെങ്കിൽ പ്ലൂട്ടോയുടെ അതൊന്നും ഇല്ല. പ്ലൂട്ടോനെ അപ്പൊ നമ്മൾ എന്താക്കി? ഒരു പ്ലാനറ്റ്, ഒരു ഗ്രഹം എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഒരു കുള്ളൻ ഗ്രഹം, ഒരു ഡോർഫ് പ്ലാനറ്റ് ആക്കി മാറ്റി. ഓക്കെ, അങ്ങനെ മാറ്റിയത് ആരാണ്? AMU ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇവരെന്ത് ചെയ്തു? പ്ലൂട്ടോനെ പിടിച്ച് മാറ്റി. പ്ലൂട്ടോ കറക്റ്റ് ആയിട്ട് ഓർബിറ്റിൽ കറങ്ങുന്നില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് പ്ലൂട്ടോന്. സോ പ്ലൂട്ടോനെ നമ്മൾ എന്താക്കി? പ്ലൂട്ടോനെ എടുത്ത് മാറ്റി. ഇപ്പൊ നമ്മളിൽ 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. ഓക്കെ, സോ പ്ലാനറ്റ് ഇസ് എ ലാർജ് ആൻഡ് വെരി സ്ഫെറിക്കൽ ഒബ്ജക്ട് that revolves around the sun. സണ്ണിന് ചുറ്റും കറങ്ങുന്ന സ്ഫെറിക്കൽ ഒബ്ജക്ട്സിനാണ് നമ്മൾ പ്ലാനറ്റ്സ് എന്ന് പറയാം. നമുക്ക് അടുത്ത് നോക്കാം, സൺ ഉൾപ്പെടെ ഏതൊക്കെ പ്ലാനറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം. നമുക്ക് നോക്കാം അടുത്തത് ഏതൊക്കെ. ഓക്കെ, സണ്ണ് കഴിഞ്ഞാൽ പിന്നെ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, ഇതൊരു കോഡ് ഇട്ട് നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. എല്ലാവരും കാത്തിരിക്കുക. ഇതൊരു കോഡ് ഇട്ട് നമുക്ക് കൺസെപ്റ്റ് ആയിട്ട് പഠിക്കാം. ഇതിന്റെ ഒരു വലിപ്പം, സൈസ് വെച്ചിട്ടുള്ള ഓർഡർ, എങ്ങനെ സൈസ് വച്ചിട്ടുള്ള ഓർഡറും നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോഡ് ഇട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സോ എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഇതിനകത്ത് മാർസിനും ജൂപ്പിറ്ററിനും ഇടയിൽ ഒരു ബെൽറ്റ് കണ്ടോ? അതിന് വിളിക്കുന്നതാണ് ആസ്റ്റിറോയിഡ് ബെൽറ്റ്. കണ്ടോ? ഇവിടെ ഒരു ബെൽറ്റ് കണ്ടോ? കുറെ കുത്തു കിടക്കണുണ്ടോ? സോ ഈ ബെൽറ്റിന് വിളിക്കുന്ന പേരാണ് ആസ്റ്റിറോയിഡ് ബെൽറ്റ്. ആസ്റ്റിറോയിഡ്സ് എല്ലാം കാണപ്പെടുന്നത് മാർസിനും ജൂപ്പിറ്ററിനും എതിരെയാണ്. എങ്ങനെയാണ് അതിനൊരു കോഡ് ഇടുക? മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലാണ് ഇത് എല്ലാം ആസ്റ്റിറോയിഡ്സും നടക്കുക. സോ ഇതിന് എന്തൊരു കോഡ് ഇടാം? മൈക്കിൾ ജാക്സൺ എന്ന് പഠിച്ചു വയ്ക്കാം. MJ. ഞങ്ങളൊക്കെ ചെറുപ്പത്തില് മൈക്കിൾ ജാക്സൺ.
ഹരമായിരുന്നു. സോ ഞങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ് മൈക്കിൾ ജാക്സൺ. ഇപ്പോഴത്തെ പിള്ളേർക്ക് എനിക്ക് അറിയില്ല എങ്ങനെയാന്ന്. മൈക്കിൾ ജാക്സൺ ഓർത്ത് വയ്ക്കാം. ആസ്ട്രോയിഡ് ബെൽറ്റ് മൈക്കിൾ ജാക്സൺ മറ്റേ ബെൽറ്റ് വിളിച്ചിട്ടുള്ള ഡാൻസ് ഇല്ലേ, സോ ഓർത്ത് വയ്ക്കാം. എന്താണ് മൈക്കിൾ ജാക്സൺ ആസ്ട്രോയിഡ് ബെൽറ്റ് ഉള്ളത് ഏതിന്റെ കടയിലാണ്? ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഏതിന്റെ കടയിലാണ്? മാർസ്, ജൂപ്പിറ്റർ. നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. There are 8 planets: മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അതില് 4 പ്ലാനറ്റ്, ആദ്യത്തെ 4 ആരൊക്കെ? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്. ഇവരെല്ലാവരും ഇന്നർ പ്ലാനറ്റ്സ് ആണ്. ആരാണ്? ഇന്നർ പ്ലാനറ്റ്സ്. ഇനി ബാക്കി ആരൊക്കെ ഇനിയുള്ളത്? ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ബാക്കി എല്ലാവരും ഔട്ടർ പ്ലാനറ്റ്സ് ആണ്. ആരാണ്? ഔട്ടർ പ്ലാനറ്റ്സ് ആണ്. ഈ ഇന്നർ പ്ലാനറ്റ്സിനെ നമ്മൾ ടെറസ്ട്രിയൽ എന്ന് വിളിക്കുന്നു. ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ഇവിടെ ഇല്ല, നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിൽ കാര്യമായിട്ട് പറയാം. ഇത് നമ്മൾ ഗ്യാസ് പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ജോവിയൻ പ്ലാനറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ടെറസ്ട്രിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറസ് എന്ന് വെച്ചാൽ എർത്താണ്, എർത്തിനെ പോലെയുള്ള പ്ലാനറ്റ്സ്. ഓക്കെ, ടെറസ് എന്ന് പറഞ്ഞാൽ എർത്താണ്, എർത്തിനെ പോലെയുള്ള പ്ലാനറ്റ്സ് നമ്മൾ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, സോ ആദ്യത്തെ 4 ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ആണ്. ബാക്കി എണ്ണം ഏതാണ്? ഗ്യാസ് പ്ലാനറ്റ്സ് ആണ്, ഗ്യാസ് ജയൻസ് ആണ്. ഓക്കെ, ഇവർ തമ്മിലുള്ള വ്യത്യാസവും ഇവർ ആരൊക്കെയാണെന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ കാണാം, ഈ പറയുന്ന പോലെ കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് കണ്ടോ? റോക്കി സർഫസ് ഉള്ളതെല്ലാം എന്താണ്? ഇന്നർ പ്ലാനറ്റ്സിന് റോക്കി സർഫസ് ആണ്, ഔട്ടർ പ്ലാനറ്റ്സ് കുറച്ചുകൂടെ ഗ്യാസ് പിടിച്ച സ്ഥലങ്ങളാണ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തിൽ കാണാം? കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം. അടുത്തത് ഓരോന്ന് നോക്കാം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ളത് ആരെ പറ്റിയാ? വീനസിനെ പറ്റിയിട്ടാ. വീനസിനെ പറ്റി എന്താ പറയുന്നത്? ഒന്നാമത്തെ കാര്യം വീനസിനെ പറ്റി പറയുന്നത്, വീനസ് നമ്മൾ മോർണിംഗ് സ്റ്റാർ, അതുപോലെ തന്നെ ഈവനിങ് സ്റ്റാർ എന്ന് നിക്നെയിം ഇട്ട് വിളിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പണ്ട് ആൾക്കാർ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇത് സ്റ്റാർ ആണോ അതോ ഈ പറയുന്ന ഗ്രഹമാണോ എന്ന് അവർക്ക് അറിയണ്ടായില്ല. സോ അവർ നോക്കുമ്പോൾ എല്ലാ മോർണിംഗിലും ഈവനിങ്ങിലും ബ്രൈറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അത് സ്റ്റാർ ആണെന്ന് വിചാരിച്ചു ഇവരെന്ത് ചെയ്തു? വീനസ് വളരെ ബ്രൈറ്റ് ആണ്, നല്ല ഹോട്ടാണ്. കാര്യം എർത്തിനോട് അടുത്തിരിക്കുന്ന ഒരു പ്ലാനറ്റിൽ പെട്ടതല്ലേ. സോ വീനസ് എന്താണ്? ഹോട്ട് ആയതുകൊണ്ട്, നല്ല ബ്രൈറ്റ് ആയതുകൊണ്ട് അവരന്ന് സ്റ്റാർ എന്ന് പേര് വിളിച്ചു. വീനസ് ശരിക്കും സ്റ്റാർ അല്ല, ഒരു പ്ലാനറ്റ് ആണ്. സോ മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്ന് പേരിട്ട് വിളിക്കുന്ന ആരാണ്? വീനസിനെയാണ്. ഇനി മാർസിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? മാർസിനെ നമ്മൾ റെഡ് പ്ലാനറ്റ് എന്ന് പേരിട്ട് വിളിക്കും. കൊടുത്തേക്കാണെന്തോ? മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ, ദോ ഇറ്റ്സ് നോട്ട് എ സ്റ്റാർ. എന്തുകൊണ്ടാണ് സ്റ്റാർ അല്ലാതെ സ്റ്റാർ എന്ന് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, പണ്ടുള്ള ആൾക്കാർക്ക് അത് അറിയില്ല. അവർ നോക്കിയപ്പോൾ ബ്രൈറ്റ് ആയിട്ടുള്ള സാധനം കണ്ടു, അവർ സ്റ്റാർ ആണ് തെറ്റിദ്ധരിച്ചു. പക്ഷെ അതെന്തായിരുന്നു? പിന്നീട് പ്ലാനറ്റ് ആയിരുന്നു. പിന്നെ റെഡ് പ്ലാനറ്റ് ആരാ? മാർസ്. ഇനി എർത്തിനെ എന്താ വിളിക്കുക? എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കാം. കാര്യം വെള്ളം ഉള്ളതുകൊണ്ടേ നമ്മൾ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കും. ഓക്കെ, സോ ബ്ലൂ പ്ലാനറ്റും കൂടി കവർ ചെയ്തല്ലോ. ഇനി ദ ഔട്ടർ മോസ്റ്റ് പ്ലാനറ്റ്സ് ആരൊക്കെയാണ്? ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, ഇത് ഇന്നർ പ്ലാനറ്റ്സ് എന്താണ്? കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ഔട്ടറോ കമ്പാരിറ്റീവ്ലി വലുതാണ്. ജൂപ്പിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എർത്തിന്റെ 10 ഇരട്ടി വരും. ഓക്കെ, സോ വലിപ്പം എന്താണ്? ഇന്നറിന് കുറവാണ്, എന്താണ്? ഔട്ടർ പ്ലാനറ്റ്സിന് കൂടുതലാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എവിടെ കാണാം? കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം. അടുത്തത് ഇന്നർ പ്ലാനറ്റ്സിന് എല്ലാത്തിനും എന്തില്ല? റിംഗ് ഇല്ല. ഔട്ടർ പ്ലാനറ്റ്സിന് എന്താണ്? റിംഗ് ഉണ്ട്. നമ്മൾ സാറ്റേണിന് ചുറ്റും റിംഗ് കണ്ടിട്ടില്ലേ? ആ റിംഗ് എല്ലാം ഔട്ടർ പ്ലാനറ്റ്സിനുള്ള. അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. ജസ്റ്റ് ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ, നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽസ് കാണാം. ഇനി പ്ലാനറ്റ്സ് ഗോട്ട് മോസ്റ്റ് ഓഫ് എനർജി ഫ്രോം സൺ. പ്ലാനറ്റ്സിന് സ്വന്തമായിട്ട് എനർജി സോഴ്സ് ഇല്ല, അതായത് സ്വന്തമായിട്ട് ഊർജ്ജം ഉൽപ്പാദിക്കുന്നത് നമ്മളെ സോളാർ സിസ്റ്റത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? സൺ. സോ ദ ബേസിക് സോഴ്സ് ഓഫ് എനർജി ആരാണ്? സൺ. അത് ഓർത്ത് വയ്ക്കുക. സൺ എന്താണ്? നമ്മുടെ സോളാർ സിസ്റ്റത്തിനെ പവർ ചെയ്യുന്ന ഒരു ജനറേറ്റർ ആണ്. മനസ്സിലായോ? നമ്മുടെ സോളാർ സിസ്റ്റത്തിനെ പവർ ചെയ്യുന്ന ജനറേറ്റർ ആരാണ്? സണ്ണാണ്. അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്തത് വീനസ് മെർക്കുറിനേക്കാൾ ചൂട് കൂടുതലാണ്. ഓക്കെ, വീനസിൽ മെർക്കുറിനേക്കാൾ ചൂട് കൂടുതലാണ്. കണക്ക് വെച്ചിട്ട് എന്താ? സണ്ണിന്റെ ഏറ്റവും അടുത്തുള്ളത് ആരാ? മെർക്കുറിയാണ്. രണ്ടാമത്തെ അല്ലേ വീനസ്. എന്നിട്ടും വീനസിൽ ചൂട് കൂടുതലാണ്. എന്താണ്? വീനസിൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്, വീനസിൽ ക്ലൗഡ് ഉണ്ട്. അപ്പൊ ചൂട് അവിടെ നിലനിൽക്കും. മാർസിൽ എന്തില്ല? ക്ലൗഡ് ഇല്ല. സോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 4 പ്ലാനറ്റ്സിന്റെ പേര് കൊടുക്കുകയാണ്. സോ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് ആർക്കായിരിക്കും? അപ്പോ വീനസിന് തന്നെ കൊടുക്കണം. കാര്യം എന്താ? മെർക്കുറിക്കാണ് ഏറ്റവും കൂടുതൽ ചൂട് ഉണ്ടാവേണ്ടത് കണക്ക് വെച്ചിട്ട്. കാര്യം എന്താ? സണ്ണിനോട് അടുത്തിറക്കുന്ന മെർക്കുറിയാ. പക്ഷെ മെർക്കുറിയിൽ എന്തില്ല? അറ്റ്മോസ്ഫിയർ ഇല്ല. വീനസിൽ എന്തുണ്ട്? അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതാണ് ഈ പോയിന്റിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്തത് പ്ലൂട്ടോനെ ഒഴിവാക്കിയ കഥ എഴുതിയേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഇവർ 2006 എന്ത് ചെയ്തു? പ്ലൂട്ടോനെ പിടിച്ച് പുറത്താക്കി. ഈ പ്ലൂട്ടോനെ പിടിച്ചായി പുറത്താക്കിയതിന്റെ കാരണം എന്താ? ഒരു പ്ലാനറ്റിന് വേണ്ട കാര്യങ്ങളൊന്നും പ്ലൂട്ടോയിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ,
സോ അതിനെ ഡ്വാർഫ് പ്ലാനറ്റ് ആക്കി മാറ്റാണ് ചെയ്തത്. എന്തുകൊണ്ടാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നത്തെ കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൺസെപ്റ്റ് ക്ലാസ് കാണാം, കൺസെപ്റ്റ് ക്ലാസ് കാണാൻ നിങ്ങൾക്ക് ബോറടിക്കേണ്ട കാര്യമില്ല. നമുക്ക് NCERT എത്രയും പെട്ടെന്ന് ഒന്ന് പഠിച്ചു തീർക്കണം. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് വായിക്കേണ്ടതാണ്. ഞാൻ നിങ്ങളൊന്ന് ഗൈഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കൺസെപ്റ്റിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാം. ഓക്കെ, അടുത്തത് ഇനി സോളാർ സിസ്റ്റത്തിൽ ആരൊക്കെയാ ഉള്ളത് നോക്കാം. നമ്മൾ 6ാം ക്ലാസ് NCERT നമ്മൾ എല്ലാ പ്ലാനറ്റ്സും കണ്ടു. ഇനി 8ാം ക്ലാസ് NCERT ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? ഓരോ പ്ലാനറ്റ്സിനെ പറ്റി പ്രത്യേകം പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. മെർക്കുറിനെ പറ്റി പറയുന്നുണ്ട്. എന്താണ് മെർക്കുറി? മെർക്കുറി ഒരു നിയറസ്റ്റ് പ്ലാനറ്റിനൊക്കെ നിയറസ്റ്റ് പ്ലാനറ്റ് ആണ്. മെർക്കുറി സ്മോൾ ആണ്. അതുപോലെ മെർക്കുറി സണ്ണിനോട് ഏറ്റവും ക്ലോസ് ആണ്. മെർക്കുറിക്ക് എന്തില്ല? സാറ്റലൈറ്റ്സ് ഇല്ല. ഓക്കെ, സോ സാറ്റലൈറ്റ് ഇല്ലാത്ത ഒരു പ്ലാനറ്റ് ഏതാപ്പോ? മെർക്കുറി ആണ്. അതൊക്കെ ചോദിക്കോ? സാറ്റലൈറ്റ് ഇല്ലാത്ത പ്ലാനറ്റ് ഒക്കെ മെർക്കുറി അങ്ങനെയൊക്കെ ചോദിക്കും. കണ്ടോ? വിത്ത് റെഫറൻസ് ടു ദ സ്പേസ് സയൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഹാവ് ഈവൻ വൺ മൂൺ? ഒരു മൂണ് പോലും ഇല്ലാത്ത ആർക്കാ? NTPC വെച്ചാൽ ചോദ്യ. കണ്ടോ? ഇതിലാ മെർക്കുറിക്ക് ഇല്ലാന്ന് ഉറപ്പായി. അപ്പൊ തന്നെ ഇത് പോയി ഉത്തരം കിട്ടി. കണ്ടോ? 2 എണ്ണം അറിയേണ്ട കാര്യമുണ്ടോ? മെർക്കുറിക്ക് ഇല്ലാന്ന് ഉറപ്പായി. അപ്പൊ തന്നെ ഉത്തരം കിട്ടി നമുക്ക്, അല്ലേ? ഇതിൽ മെർക്കുറി ഉണ്ടോ? ഇല്ല. ഇതിൽ മെർക്കുറി ഇല്ല. മെർക്കുറിയിൽ പറഞ്ഞല്ലേ ഉള്ളൂ അതിന് ഉത്തരം. ഇനി അടുത്തത് ആരാ? വീനസ് ഇസ് എർത്ത് നിയർ പ്ലാനറ്ററി നെയ്ബർ ആൻഡ് ബ്രൈറ്റസ്റ്റ് ഇൻ ദ സ്കൈ. ഞാൻ പറഞ്ഞ ഏറ്റവും ചൂടുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആണ്. സോ എന്താണ്? സംടൈംസ് വീനസ് അപ്പിയേഴ്സ് ഇൻ ദ ഈസ്റ്റേൺ സ്കൈ ബിഫോർ സൺറൈസ്. പിന്നെ ഓൾദോ ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റാർ, നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട് അതിനെ? മോർണിംഗ് ഓർ ഈവനിങ് സ്റ്റാർ എന്ന് വിളിക്കുന്നുണ്ട്. ഇനി വീനസ് ഹാസ് നോ മൂൺ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വീനസിനും മൂണില്ല. ഓക്കെ അല്ലേ? സോ വീനസിനും മൂണില്ല, മെർക്കുറിക്കും മൂണില്ല. സോ മെർക്കുറിയുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു വിചാരിക്കുക. എർത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞില്ലേ വീനസ്, മെർക്കുറി, ഇതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഇനി ഏതാ ടോപ്പിക്? മാഴ്സ്. ഓക്കെ, നമ്മൾ മാഴ്സിനെ കോളനൈസ് ചെയ്യണ കഥ കേട്ടിട്ടുണ്ടാവും. എലോൺ മസ്കിന് മാഴ്സിൽ ഒരു കോളനി ഉണ്ടാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. എർത്തിലെ റിസോഴ്സ് ഒക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ മാഴ്സിലേക്ക് പോകണം എന്നെല്ലാം കേട്ടിട്ടുണ്ട്. നമുക്ക് അതിനൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം. എന്തുകൊണ്ടാണ് മാഴ്സിലേക്ക് പോകുന്നത്, എന്താണ് എർത്ത് മാസം തമ്മിലുള്ള സാമ്യതയൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ മാഴ്സിനെ പറ്റി ഇവിടെ മേജറായിട്ട് കൊടുത്തിട്ടുള്ള എന്താ? ഒന്ന് മാഴ്സിന് മിഷൻ കൊടുത്തിട്ടുണ്ട്, ചോദിക്കാൻ സാധ്യതയുണ്ട്. മാഴ്സിന് 2 നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വളരെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളൂ. റെഡിഷ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ റെഡ് പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റെഡിഷ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? അയൺ കൂടുതലായതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇരുമ്പിന്റെ കോമ്പോസിഷൻ കൂടുതലായതുകൊണ്ടാണ് അതിനെ റെഡ് പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. സോ അത്രയാണ് നമ്മൾ മാഴ്സിനെ പറ്റി കൊടുത്തിട്ടുള്ളത്. സോ പിന്നെ മാഴ്സ് മിഷനെ പറ്റി കൊടുത്തിട്ടുള്ളതാണ്. ഈ NCERT ഇറക്കിയ സമയത്താണ് മംഗലാൻ വിടുന്നത്, അതുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. പുതിയ NCERT അതില്ല. ഓക്കെ, പിന്നെ ജൂപ്പിറ്റർ ഏതാണ്? ബൃഹസ്പതി. ഇത് ഓർത്തു വയ്ക്കുക കേട്ടോ. ജൂപ്പിറ്ററിന്റെ പേര് ബൃഹസ്പതി എന്ന് ഓർത്തു വയ്ക്കുക. മുന്നേ നമ്മൾ പറഞ്ഞതിന്റെ ഒക്കെ മാഴ്സിന് മംഗൾ എന്നാണ് പേര്, എർത്തിന് പൃഥ്വി എന്നാണ് പേര്. ഇതൊക്കെ ഓർത്തു വയ്ക്കുക കേട്ടോ. വീനസ് ശുക്രയാണ്. അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. NCERT ഉള്ളതായതുകൊണ്ട് അതൊക്കെ ചോദിക്കാം, നമുക്കൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, NCERT എന്ത് വാക്കുണ്ടെങ്കിലും പഠിക്കുക. അതെന്താന്ന് പോയി ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടാണെങ്കിലും പഠിക്കുക. NCERT ആണ് നമ്മുടെ കോറ്. അവിടെ നിന്ന് വേണം മുകളിലോട്ട് പോകാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാണ്, നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി. നിങ്ങൾ തുടക്കക്കാരല്ലേ. ഇനി ഇതിൽ കൊടുത്തിട്ടുണ്ട് എർത്തിന്റെ കേസിൽ ഒരു കാര്യം ഇവർ കൊടുത്തിട്ടുള്ളത് എന്താ? എർത്ത് നമ്മൾ സ്വന്തം അച്ചുതണ്ടിലാണല്ലോ എർത്ത് കറങ്ങുന്നത്. എർത്ത് കുറച്ച് ചെരിഞ്ഞാണല്ലോ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, എർത്ത് നേരെയല്ല ഇരിക്കുന്നത്. സ്വന്തം അച്ചുതണ്ടില് കുറച്ച് ചെരിഞ്ഞാണ് കറങ്ങുന്നത്. നമുക്കെല്ലാം അറിയാം. എത്രത്തോളം ചെരിവുണ്ട്? 2 planes inclined to 23.5% ചെരിവുണ്ട്. ദിസ് മീൻസ് ദാറ്റ് ആക്സിസ് ഓഫ് എർത്ത് ഈസ് ഇൻക്ലൈൻഡ് ടു ഓർബിറ്റൽ പ്ലെയിൻ. അതിന്റെ ഓർബിറ്റൽ പ്ലെയിൻ ആയിട്ട് 66.5% ചെരിവുണ്ട്. ഇതൊക്കെ പഠിക്കണം, ചോദിക്കും. എങ്ങനെ ചോദിക്കുന്നത് നോക്കാം. The equatorial plane and orbital plane are inclined to each other at which angle? The axis of earth is inclined to orbital plane at 66.5%. നേരെ എഴുതി വെച്ചേക്കുന്നത് കണ്ടോ? മാപ്പ് ചെയ്ത് കണ്ടോ? നേരെ എഴുതി വെച്ചേക്കുന്നത് കണ്ടോ? ഇങ്ങനെ വേണം പഠിക്കാൻ. നേരിട്ട് ചോദ്യങ്ങൾ കണ്ടോ? അതാ പറയുന്നത്. വരികളുടെ ഇടയിൽ വായിക്കുക, വരികൾ ശ്രദ്ധിച്ച് വായിക്കുക. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. അടുത്ത ജൂപ്പിറ്ററിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ജൂപ്പിറ്ററിന് ഒരു ലാർജ് നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് ഉണ്ട്. ഇപ്പൊ എത്രയാ? 95 സാറ്റലൈറ്റ് എന്തോ ആയി ജൂപ്പിറ്ററിന് കണ്ടുപിടിച്ച്. അതുപോലെ മാഴ്സിന് എത്ര? 146 മറ്റോ ആയി സാറ്റലൈറ്റിന്റെ എണ്ണം. നമുക്ക് എവിടെ നോക്കാം? നമുക്ക് ഇന്നത്തെ കൺസെപ്റ്റ് ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തൽക്കാലം അവിടെ നിൽക്കട്ടെ. സോ ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ്സ് ഉള്ളത് ജൂപ്പിറ്ററിനും സാറ്റേണാണ്. അവർ തമ്മിൽ എപ്പോഴും യുദ്ധമാണ്. ഇപ്പൊ സാറ്റേൺ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഇരിക്കുന്നത്. 140ഓളം സാറ്റലൈറ്റ്സ് ഉണ്ട്. ഇവർക്ക് 90ഓളമാണ് ജൂപ്പിറ്ററിനുള്ളത്. ഓക്കെ, പക്ഷെ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ഉള്ളത് ജൂപ്പിറ്റർ ഉണ്ടായില്ല. ഓക്കെ, നമുക്കിത് കൺസെപ്റ്റ് ക്ലാസ് കാണാം. കാര്യം ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, NCERT ഒരു പൂർണ്ണമായിട്ടുള്ള സോഴ്സ് അല്ല. ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് നോക്കാം, ക്ലാസ്സിൽ നോക്കാം. പക്ഷെ ഇവിടെ റിംഗ് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലാർജ് മൂൺസ് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്.
കാര്യം ഒരു 8ാം ക്ലാസ് ലെവലിലുള്ള വിദ്യാർത്ഥി അറിഞ്ഞിരുന്നാൽ പോരെ. സോ ലാർജ് മൂണിൽ നിന്നും ഇതൊന്നും കൊടുത്തിട്ടുണ്ട്. കണ്ടോ അതിന്റെ മൂൺസ് ഇരിക്കുന്നുണ്ടോ, വലിയ വലിയ മൂൺസ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആകാശം നോക്കി കഴിഞ്ഞാൽ ഇത്രയും കാണാൻ പറ്റും. ഇത് ജൂപ്പിറ്റർ ആണ്. ഒരു മൂൺ, 2 മൂൺ, 3 മൂൺ കണ്ടോ, 3 കണ്ടോ അലൈൻഡ് ആയിട്ടിരിക്കുന്നുണ്ടോ, ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ട്. ഓക്കെ, അത്രയും ഡീറ്റെയിൽസ് ആണ് ജൂപ്പിറ്ററിനെ പറ്റി കൊടുത്തിട്ടുള്ളത്. ഇനി ആരാളെ, ഇനി സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, സാറ്റേൺ എന്താണ്, ജൂപ്പിറ്റർ കഴിഞ്ഞാൽ പിന്നെ വലുത് സാറ്റേൺ ആണ്. ഒരു യെല്ലോയിഷ് കളറാണ് സാറ്റേൺ ഉള്ളത്. സാറ്റേൺ ഒരു യെല്ലോയിഷ് കളറാണുള്ളത്. നമുക്ക് നേക്കഡ് ഐ കൊണ്ട് സാറ്റേൺ വരെ ഒന്നും കാണാൻ പറ്റൂല. നമുക്ക് വീനസ് കാണാം, മാർസ് കാണാം, മെർക്കുറി കാണാൻ പറ്റാറുണ്ട്. പക്ഷെ സാറ്റേണും യുറാനസും നെപ്റ്റ്യൂണും നമുക്ക് നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റില്ല. ടെലിസ്കോപ്പ് നോക്കിയാലേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ സാധനം നമ്മൾ പിന്നീട് കണ്ടുപിടിക്കുക ചെയ്താൽ അത് നമുക്ക് അറിയണ്ടായില്ല. ഓക്കെ, അടുത്തത് യുറാനസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് പോകുന്നത്. പൊതുവേ നമ്മുടെ പ്ലാനറ്റ്സ് എല്ലാം വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് കറങ്ങുക. ഓക്കെ, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക്. ഇപ്പൊ എർത്ത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്. എങ്ങനെ ഓർത്തിരിക്കാം, നമ്മളല്ലേ എർത്ത്, വി എന്ന് ഓർത്ത് വയ്ക്കാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ കേട്ടിട്ടുണ്ടോ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ പ്രിയാമ്പിളിൽ കൊടുത്തിട്ടുള്ളതാണ്. സോ വി എന്ന് ഓർത്ത് വയ്ക്കുക. വി എന്താണ്, നമ്മളാണ്. സോ നമ്മളെങ്ങനെയാ, എർത്ത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. സോ മിക്കവാറും എല്ലാ പ്ലാനറ്റ്സും എർത്ത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. 2 പേർക്കേ മാറ്റുള്ളൂ. ഒന്ന് യുറാനസിന്, അടുത്തത് വീനസിന്. വീനസ് ആൻഡ് യുറാനസ് എന്താണ്, ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. ബാക്കിയുള്ളവരെ പോലെയല്ല, അവർ കുറച്ച് വ്യത്യസ്തരാ. അവരെന്ത് ചെയ്യും, ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്ക് ഇറങ്ങും, നമ്മൾ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ഇറങ്ങും. ഓക്കെ, സോ അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, യുറാനസ് എന്താണ്, വീനസിനെ പോലെ തന്നെ യുറാനസ് ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് കറങ്ങുന്നത്. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ ഇവിടെ നോക്കുക. നമുക്ക് ഇപ്പൊ എന്തൊക്കെയാ പറയാ, നമ്മൾ പ്ലാനറ്റ് പഠിച്ചു, പ്ലാനറ്റില് ഓരോന്ന് പഠിച്ചു. ഇന്നർ പഠിച്ചു, ഏതാണ്, മാർസ്, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇവരുടെ എല്ലാവരുടെയും പ്രത്യേകതകൾ പഠിച്ചു. ഇതിൽ കൊടുത്തിട്ടുള്ള പ്രത്യേകതകളെല്ലാം പഠിച്ചു. ഇതിലും കൂടുതലുള്ള കാര്യങ്ങൾ നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഇവർക്ക് മൂണുകൾ ഉണ്ടോ, മൂണില്ലാത്ത ആർക്കാ, വീനസിനും മെർക്കുറിക്കും മൂണില്ല. സാധാരണ ഉള്ളവരെക്കാളും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങുന്നത് വീനസും യുറാനസും ആണ്. മെർക്കുറിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവും, മാർസിനെ നമ്മൾ റെഡ് പ്ലാനറ്റ് എന്ന് വിളിക്കുന്നു, എർത്തിനെ നമ്മൾ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നു. അതുപോലെ സാറ്റേണിന്റെ കളറ് യെല്ലോ ആണ്. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എൻസിആർടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് പൂർണ്ണമാണോ, പൂർണ്ണമല്ല. ഒരുപാട് ഫാക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിൽ ബാക്കി ഫാക്ട്സ് എല്ലാം കാണാം. ഓക്കെ, അപ്പൊ അടുത്തത് നാച്ചുറൽ സാറ്റലൈറ്റ്സ്. നമ്മളങ്ങനെ നാച്ചുറൽ സാറ്റലൈറ്റ് വരെ എത്തിയത്, ആദ്യം നമ്മൾ കോൺസ്റ്റലേഷൻസിനെ പരിചയപ്പെട്ടു. ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ആണ് കോൺസ്റ്റലേഷൻ. അവിടെ നമ്മൾ സോളാർ സിസ്റ്റത്തിലെ സണ്ണിലേക്ക് വന്നു, സണ്ണിൽ നമ്മൾ പ്ലാനറ്റ്സിലേക്ക് വന്നു, പ്ലാനറ്റ്സിൽ നമ്മൾ സാറ്റലൈറ്റിലെത്തി. അപ്പൊ എന്തായിരിക്കും സാറ്റലൈറ്റ്, ആദ്യം നക്ഷത്രങ്ങളുടെ ഗ്രൂപ്പിനെ കണ്ടു, അതിലൊരു നക്ഷത്രമായിട്ടുള്ള സണ്ണിനെ കണ്ടു, സണ്ണിന് ചുറ്റും കറങ്ങുന്ന പ്ലാനറ്റ്സിനെ കണ്ടു, പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റ്സിനെ കണ്ടു. സോ ഗ്രഹങ്ങളുടെ ചുറ്റും കറങ്ങുന്നതിനെ നമ്മൾ ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ദ ഒബ്ജെക്ട്സ് ദാറ്റ് മൂവ് അറൌണ്ട് പ്ലാനറ്റ്സ് ആർ കോമൺലി നോൺ ആസ് സാറ്റലൈറ്റ്. ഇതിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ളതിനെ ആർട്ടിഫിഷ്യൽ എന്നും പ്രകൃതിയിൽ ഓൾറെഡി ഉള്ളതിനെ നാച്ചുറൽ സാറ്റലൈറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, സോ മനുഷ്യനിർമ്മിതമായിട്ടുള്ളതിനെ എന്താ വിളിക്കുക, മാൻ മെയ്ഡ് സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. നമ്മൾ വിക്ഷേപിക്കൂലേ, നമ്മളിവിടെ തുമ്പേന്നും അതുപോലെ ഈ പറയുന്ന പോലെ പല സ്ഥലത്തും നമ്മൾ വിക്ഷേപിക്കുന്നില്ലേ, അതിനെല്ലാത്തിനും നമ്മൾ എന്ത് വിളിക്കുന്നു, സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ഏത്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ഓക്കെ, അടുത്തത് the earth has 1 moon while Mars has 2 moons. Jupiter, Saturn, Neptune have large number of moons. ഇതൊക്കെ ഡീറ്റെയിൽസ്, മൂൺസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ, അല്ലെങ്കിൽ മൂൺ എന്ന് വിളിക്കുന്നത് നാച്ചുറൽ സാറ്റലൈറ്റിനെയാണ്. അല്ലാണ്ട് മൂൺ എന്ന് പറയുമ്പോൾ ഒരു ജനറൽ ടേം ആയിട്ട് നാച്ചുറൽ സാറ്റലൈറ്റ്സിന് അവർ മൂൺ എന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, എർത്തിന് ഒരു മൂണേ ഉള്ളൂ. പിന്നെ ആർക്കാ, മാർസിന് 2 മൂണുണ്ട്. ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ഒരുപാട് മൂൺസ് ഉണ്ട്. ഇതിന്റെയൊക്കെ എണ്ണം നമുക്ക് എവിടെ നോക്കാം, ഇന്നത്തെ കൺസെപ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അടുത്തത്, നമ്മൾ മൂണിനെ പറ്റി ഇവിടെ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂണിനെ പറ്റി കുറേ കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ അതിനെപ്പറ്റി പറയാം. ഓക്കെ, മൂണിനെ നമുക്ക് വേറെ ആയിട്ട് തന്നെ കാണാം. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്ന പോലെ പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ സ്റ്റാർസ്, ഇതല്ലാതെ കുറച്ച് ആൾക്കാരോട്, കുറച്ച് പ്ലേയേഴ്സും കൂടെ ഉണ്ട് സ്പേസിൽ. ആരൊക്കെ, ഒന്ന് സം അതർ മെമ്പേഴ്സ് ഓഫ് സോളാർ സിസ്റ്റം, ഒന്ന് ആസ്റ്ററോയിഡ്. ഓക്കെ, അടുത്തത് കോമറ്റ്. ഓക്കെ, ഈ ആസ്റ്ററോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, റോക്സ് ആണ്. ഓക്കെ, സ്പേസിലുള്ള റോക്സ് അവരിങ്ങനെ കറങ്ങി നടക്കുക വെറുതെ. ആരുടെ ഇടയിൽ, മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും. ഞാൻ മൈക്കൽ ജാക്സനെ പറഞ്ഞില്ലേ, ആസ്റ്ററോയിഡ് ബെൽറ്റ് പറഞ്ഞില്ലേ, ആസ്റ്ററോയിഡ് ബെൽറ്റ്. മാർസിന്റെയും ജൂപ്പിറ്ററിന്റെ ഇടയിൽ ഇവരിങ്ങനെ കറങ്ങി നടക്കുക. സോ ആസ്റ്ററോയിഡ് ബെൽറ്റിന്റെ ഉള്ളിൽ നടക്കുന്ന റോക്കി പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആസ്റ്ററോയിഡ്സ് എന്ന് വിളിക്കുക.
മാർസിനും ജൂപ്പിറ്ററിനും ഇടയിൽ ഉള്ള ഗ്യാപ്പിൽ ലാർജ് നമ്പർ ഓഫ് സ്മോൾ ഒബ്ജക്ട്സ് റിവോൾവ് അറൌണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് സണ്ണാണെങ്കിൽ, ഇത് മാർസ് ആണെങ്കിൽ, ഇത് ജൂപ്പിറ്റർ ആണെങ്കിൽ കുറേ ആൾക്കാർ ഇതിന് ചുറ്റും ഇങ്ങനെ വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുക. സോ ഈ ബെൽറ്റിനെ നമ്മൾ ആസ്റ്റിറോയിഡ് ബെൽറ്റ് എന്ന് വിളിക്കുന്നു. അതിലുള്ള പാർട്ടിക്കിൾസിനെ, റോക്കി പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആസ്റ്റിറോയിഡ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ആസ്റ്റിറോയിഡ്സ് എന്താണെന്ന് മനസ്സിലായി. അടുത്ത കോമറ്റ്. കോമറ്റ് എന്താണ്? വാൽ നക്ഷത്രം. എന്താണ്? വാൽ നക്ഷത്രം. ഓക്കെ, ഈ വാൽ നക്ഷത്രം എന്താ? നമ്മൾ ഈ പറയുന്ന റോക്കി പാർട്ടിക്കിൾസിൽ എന്തും കൂടെ ഉണ്ട്, കുറച്ച് വാട്ടറും കൂടെ ഉണ്ടെന്ന് വിചാരിക്കും, കുറച്ച് വെള്ളത്തിന്റെ അംശം കൂടെ ഉണ്ടെന്ന് വിചാരിക്കും. ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഇത് കത്താൻ തുടങ്ങും. ഈ പറയുന്ന പോലെ ഇതിന്റെ പുറകിൽ ഒരു ടെയിൽ ഉണ്ടാവും, ഇതിന് തീ പിടിക്കും. സോ ഇത് സ്പീഡിൽ ഇങ്ങനെ പോകുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ വാൽ നക്ഷത്രം എന്ന് വിളിക്കാം. കാര്യം അതിനകത്ത് എന്താ ഉള്ളത്? എ കോമറ്റ് അപ്പിയേഴ്സ് ജനറലി ബ്രൈറ്റ് ഹെഡ് വിത്ത് എ ലോങ് ടെയിൽ. അതിന്റെ കാരണം എന്താ? ദ ലെങ്ത് ഓഫ് ദ ടെയിൽ ഗ്രോസ് ഇൻ സൈസ് അപ്രോച്ച് ദ സൺ. ദ ടെയിൽ ഓഫ് കോമറ്റ് ഓൾവേസ് ഡയറക്റ്റഡ് ഫ്രം ദ സൺ. സണ്ണിന്റെ അടുത്തേക്ക് പോകുന്തോറും ഇവർ കത്തിക്കൊണ്ടേയിരിക്കും. ഇതിനകത്ത് കുറച്ച് മോയ്സ്ചറും കൂടെ ഉണ്ട്. ആ മോയ്സ്ചർ കത്തുന്നതാണ് നമ്മൾ തീയായിട്ട് കാണുന്നത്. സോ ഇതിനെ വാൽ നക്ഷത്രം എന്ന് വിളിക്കുന്നു. കോമറ്റ് ഇവരും സണ്ണിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവർക്ക് ഒരു കത്തുന്ന എഫക്റ്റ് ഉണ്ട്. ഇവർക്ക് ഒരു ഹെഡ് ഉണ്ട്, ഒരു ടെയിൽ ഉണ്ട്. അതാണ് നമ്മളിങ്ങനെ വാൽ നക്ഷത്രത്തിനെ നമ്മൾ ഇങ്ങനെ കാണാറ് പൊതുവെ. അതിന്റെ കാരണം എന്താ? ഈ ഭാഗം കത്തിക്കൊണ്ടിരിക്കുക. ഇതിനെ ടെയിൽ എന്ന് വിളിക്കുന്നു, ഇതിനെ ഹെഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇതാണ് കോമറ്റ്. കോമറ്റ് ഓക്കെ അല്ലേ? സോ ആസ്റ്റിറോയിഡ് ഉണ്ട്, കോമറ്റ് ഉണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് ഇവിടുന്ന് വന്നൊരു ചോദ്യം ഒന്ന് കാണാം. ഇവിടെ നിന്ന് ചോദ്യം ഏതാണ്? ദ സ്മോൾ പീസസ് ഓഫ് റോക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു റോക്സ് വിച്ച് മൂവ് അറൌണ്ട് ദ സൺ ഈസ് കോൾഡ് വെറും റോക്സ്. വെറും റോക്സിനെ വിളിക്കുന്ന പേരെന്താ? വെറും റോക്സിനെ വിളിക്കുന്ന പേരെന്താ? ആസ്റ്റിറോയിഡ്സ്. ഓക്കെ, ടെയിലും ഹെഡും ഉള്ളതിനെ വിളിക്കുന്ന പേരെന്താ? കോമറ്റ്. ഇനി മിറ്റോറോയിഡ് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് അവരൊരു ഫിഗർ കൊടുത്തിട്ടുള്ളതാണ്. കണ്ടോ? ആസ്റ്റിറോയിഡ് ബെൽറ്റ് കണ്ടോ? എന്തിന്റെ ഇടയിലാ? മാർസിനും ജൂപ്പിറ്ററിന്റെ ഇടയിൽ കണ്ടോ? ഒരു ഫിഗർ കൊടുത്തിട്ടുള്ളതാ. അടുത്ത് നോക്കാം. ഇത് അടുത്ത NCERT ആണ്. 6ാം ക്ലാസ്സിന്റെ NCERT ആണ്. നേരത്തെ നമ്മൾ കണ്ട 8ാം ക്ലാസ്സിന്റെ NCERT ആണ്. ദ സൺ ആൻഡ് പ്ലാനറ്റ്സ് ആർ മിയർലി സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. There are many small other objects in the solar system named as asteroid. മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലാണ് ആസ്റ്റിറോയിഡ് ബെൽറ്റ് ഉള്ളത്. കോമറ്റ് എന്താണ്? They are made of dust, gas, rock and ice. ഈ ഗ്യാസും ഐസും കത്ത് പിടിച്ചിട്ടാണ് ഇത് എങ്ങനെ പോണേ? നമുക്ക് തീ പോലെ കാണും. നമ്മൾ ഫയർ കാണൂലേ? നമ്മൾ എന്തിന്റെ പുറത്ത് ഈ കോമറ്റ് ഇങ്ങനെ കത്തിപ്പോയി പോണ കാണൂലേ? ആ കാണുന്നത് എന്തുകൊണ്ടാ? ഈ റോക്കും ഐസും ഗ്യാസും ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ദ കോമറ്റ് അപ്രോച്ചസ് ആൻഡ് ക്ലോസസ് ആൻഡ് ദ ഫ്രോസൺ മെറ്റീരിയൽ സ്റ്റാർട്ട്സ് ഇവാപ്പറേറ്റിംഗ്. ഈ ഇവാപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്തായിട്ട് കാണുന്നത്? തീയായിട്ട് കാണുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ചോദ്യമാണ്, സെയിം ചോദ്യമാണ്. സെയിം ചോദ്യം എന്താണ്? സ്മോൾ പീസ് ഓഫ് റോക്കിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇവിടെ കൊടുത്തിട്ടുണ്ട് ആസ്റ്റിറോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതിന്റെ ഉത്തരം ആസ്റ്റിറോയിഡ് തന്നെയാണ്. അടുത്തത്, പക്ഷെ ഞാൻ സ്പീഡിൽ പോവാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്ന് വൈകുന്നേരം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്ന കാര്യമാണ്. സോ കത്തുന്ന അതിനാണ് നമ്മൾ ടെയിൽ എന്ന് വിളിക്കുന്നതിന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ നേക്കഡായി കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? വാൽ നക്ഷത്രം. അതിന് വാലുള്ളതുകൊണ്ടാണ് വാൽ നക്ഷത്രം എന്ന് വിളിക്കുന്നത്. ഈ വാലിൽ എന്താ ഉള്ളത്? ഇത് കത്താനുള്ള കാരണം എന്താ? കുറച്ച് ഗ്യാസസും പിന്നെ എന്തുണ്ട്? വാട്ടർ കണ്ടന്റും ഐസും ഉള്ളതുകൊണ്ടാണ് ഇത് കത്താൻ കാരണം. സോ അതിനെ വാൽ നക്ഷത്രം നമ്മൾ വിളിക്കുക. ഓക്കെ, സോ ഇവർ സമ്മപ്പ് ചെയ്യുന്നത് എങ്ങനെയാ? സണ്ണ്, പ്ലാനറ്റ്സ്, മൂൺസ്, ആസ്റ്റിറോയിഡ്സ്, കോമറ്റ്സ് ഇതെല്ലാം കൂടി ചേർന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സോളാർ സിസ്റ്റം എന്ന് വിളിക്കുക. ഇനി ഒരു കോമറ്റിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഹാലീസ് കോമറ്റ്. ഈ ഹാലീസ് കോമറ്റ് 76 കൊല്ലം കൂടുമ്പോഴാണ് വരുന്നത്. 1986 വന്നു. ഇനി 76 കൊല്ലം കഴിയുമ്പോൾ വരും. നിങ്ങൾ കൂട്ടി നോക്കി ഇനി എന്നാ വരാന്ന്. ഓക്കെ, ഇനി ഹാലീസ് കോമറ്റ് വരും. ഓക്കെ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. നമുക്കിനി കാണാൻ പറ്റുന്നത് 76 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. ഇത് 86 76 കൊല്ലം കഴിഞ്ഞിട്ട്. ഓക്കെ, കൂട്ടി നോക്കാം. അടുത്തത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, കോമറ്റ് നമ്മൾ ധൂമകേതു എന്ന് വിളിക്കും. ഓക്കെ, ഇന്ത്യയിലെ പല ട്രൈബ്സിനെ പുച്ഛതാരോ ജന്യതാരോ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ ധൂമകേതു എന്ന് വിളിക്കും. വാൽ നക്ഷത്രം തന്നെയാണ്. ഓക്കെ, അടുത്ത എന്താ? ഇനിയുള്ള വേറൊരു ഇതുപോലെ തന്നെ ഉള്ള ഹാലീസ് കോമറ്റ് നമ്മൾ പറഞ്ഞു, കോമറ്റിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ സം മീറ്റിയോറൈറ്റ്സ്. ഈ മിറ്റിയോർ എന്ന് പറഞ്ഞൊരു സാധനമാണ് നമ്മൾ ഉൽക്ക എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആസ്റ്റിറോയിഡ് പോലുള്ള റോക്കുകൾ നമ്മുടെ എർത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന് നമ്മൾ എന്ത് വിളിക്കും? മിറ്റിയോറൈറ്റ് എന്ന് വിളിക്കും. ഓക്കെ, എർത്തിൽ വന്ന് പതിച്ചു കഴിയുമ്പോൾ മീറ്റിയോറൈറ്റ് എന്ന് വിളിക്കും. നമുക്ക് ഇന്ന് കൺസെപ്റ്റ് ക്ലാസ്സിൽ എന്ത് പറയാം? മിറ്റിയോറൈറ്റ്, മിറ്റിയോറൈഡ്. ഇവരെന്താണ് നമുക്ക് എവിടെ പറയാം? കൺസെപ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇവർ തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരുന്നാലേ ഒരു ചോദ്യം വന്നിട്ട് ഇതിനകത്ത് ഈ 2 ഓപ്ഷൻ വന്നാൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഇത്
എർത്തിലേക്ക് വീണാൽ ഇതിന്റെ പേര് വേറെയാണ്, എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഇതിന്റെ പേര് വേറെയാണ്, അതുപോലെ സ്പേസിൽ വേറൊരു പേരാണ്. 3 പേരുകളാണ്. ഈ 3 പേരിനും അങ്ങനത്തെ പ്രത്യേകതകളുണ്ട്. നമ്മൾ ഇവിടെ പറഞ്ഞ ഡീറ്റെയിൽസിലേക്ക് പോയാൽ സമയം തികയില്ല. സോ നമുക്കത് കൺസെപ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽസ് അവിടെ കൊടുത്തേ. മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് സയന്റിസ്റ്റ് ഇൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ നേച്ചർ ഓഫ് മെറ്റീരിയൽ ദാറ്റ് ഈസ് ഇൻ ദ സോളാർ സിസ്റ്റം ഈസ് ഫോംഡ്. ഈ സോളാർ സിസ്റ്റത്തിൽ ഇപ്പൊ നമുക്ക് എർത്തിലെ മെറ്റീരിയൽ നമുക്ക് കുഴിച്ചൊക്കെ കാണാം. ഈ പുറത്തുള്ള ആൾക്കാരിലുള്ളത് എന്താ അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ ഉൽക്ക നമ്മുടെ അടുത്ത് പതിക്കും. ഈ ഉൽക്കയിലെ മെറ്റീരിയൽ നോക്കി നമുക്ക് മനസ്സിലാവും ഓക്കെ എന്താ അതിനകത്തുള്ളതെന്ന്. ഓക്കെ, സോ മിറ്റോറൈറ്റ് ആണ് അതിനുവേണ്ടി സാധിക്കും. മിറ്റോറൈറ്റ് അപ്പൊ എന്താണ്? എർത്തിൽ വീണ് കഴിയുമ്പോൾ അതിന്റെ പേരാണ് മിറ്റോറൈറ്റ്, നമ്മൾ ഉൽക്കാന്ന് വിളിക്കുന്നത്. ബാക്കി ഈ 2 ആൾക്കാർ ആരാ? നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തത് മിറ്റോർ ആൻഡ് മിറ്റോറൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് സ്കൈ ക്ലിയർ ആണെങ്കിൽ മൂണില്ലാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ദേ ആർ കോമൺലി നോൺ ആസ്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ബ്രൈറ്റ് സ്ട്രീക്സ് കാണുന്നുണ്ടാവും. വാൽനക്ഷത്രം അല്ലാതെ പെട്ടെന്ന് പോകുന്ന കുറെ കഷ്ണങ്ങൾ കാണുന്നുണ്ടാവും. നമ്മൾ പറയില്ല ഉൽക്ക വന്ന് പതിക്കാൻ പോകുന്നു, ഉൽക്ക നമ്മുടെ അടുത്തേക്കൂടെ പോകുന്നു, ഡൈവേർട്ട് ചെയ്ത് പോയില്ലെങ്കിൽ ഭൂമി അവസാനിക്കും. ഇപ്പൊ ഡിനോസറുകളുടെ അവസാനം ഉൽക്ക പതിച്ചതാണ്, മിറ്റോറൈറ്റിന്റെ ഇമ്പാക്റ്റ് ആണ് എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ അതിനാണ് മീറ്റിയോർ എന്ന് വിളിക്കുന്നത്. ഈ മീറ്റിയോർ ഒരു സ്മോൾ ഒബ്ജക്റ്റ് ആണ്. ഇവര് എർത്തിൽ വന്ന് പതിച്ചു കഴിയുമ്പോൾ നമ്മൾ മീറ്റിയോറൈറ്റ് എന്ന് പറയാം. മീറ്റിയോറൈറ്റ് ആവണം എപ്പോഴാ? എർത്തിൽ പതിച്ചു കഴിയുമ്പോൾ. ഇത് ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ മിറ്റിയോർ ഷവർ എന്ന് വിളിക്കും. ഒരുപാടുണ്ടെങ്കിൽ മിറ്റിയോർ ഷവർ എന്ന് വിളിക്കും. ഉൽക്ക മഴ എന്നെല്ലാം പറയും. ഓക്കെ, അടുത്ത നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിനെ പറ്റി പറഞ്ഞതാണ്. നാച്ചുറൽ സാറ്റലൈറ്റ്സ് അല്ലാത്തത് ബാക്കിയെല്ലാം മനുഷ്യൻ നിർമ്മിച്ച് വിക്ഷേപിക്കുന്നതെല്ലാം എന്താണ്? ആർട്ടിഫിഷ്യൽ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ മിറ്റോറൈറ്റും നിങ്ങൾ പേടിക്കണം. നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ല, ഞാൻ കൺസെപ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പറയാം. കുറച്ചുകൂടെ സമയം എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. ഇത് NCERT-ൽ ഇത്രയും കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടും. എന്താണ്? ഉൽക്കയാണ്. പുറത്തിരിക്കുമ്പോൾ അതിനെ മിറ്റോറൈറ്റ് എന്ന് വിളിക്കുന്നു. അത് ഭൂമിയിൽ വന്ന് പതിക്കുമ്പോൾ മിറ്റോറൈറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് ഇമേജ് വെച്ചിട്ട് നമുക്ക് അവിടെ കാണാം, കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഇനി അടുത്തത് ഇതെല്ലാം പറഞ്ഞു. നമ്മൾ എവിടെ എത്തി? ആദ്യം കോൺസ്റ്റലേഷൻ പറഞ്ഞു. അവിടെ നമ്മൾ സണ്ണ്, അതിൽ നമ്മുടെ സ്റ്റാറിന്റെ കാര്യം പറഞ്ഞു, നമ്മുടെ പ്ലാനറ്റ്സിന്റെ കാര്യം പറഞ്ഞു. അവിടെ നമ്മൾ സാറ്റലൈറ്റിന്റെ കാര്യം പറഞ്ഞു. 2 തരം സാറ്റലൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഇതെല്ലാം ഉള്ളത് എവിടെയാണ്? നമ്മുടെ ഗാലക്സിയിലാണ്. ഇതെല്ലാം ഗാലക്സിയിലാണ്. ഇത് ഏതാ? നമ്മുടെ ഗാലക്സി ഏതാ? മിൽക്കി വേ. ഓക്കെ, ഈ മിൽക്കി വേ ഇരിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിലാണ് ഈ മിൽക്കി വേ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ മിൽക്കി വേയുടെ പേരെന്താ? ആകാശഗംഗ. വായിച്ചോക്ക്. ഓൺ ദ മൂൺലെസ് നൈറ്റ് വ്യൂഡ് ഫ്രം ഡാർക്ക് ലൊക്കേഷൻ അവേ സിറ്റി ലൈറ്റ്സ് യു ക്യാൻ സീ എക്സ്റ്റെൻഡഡ് ഫെയിന്റ് ബാൻഡ് ഓഫ് വൈറ്റ് ലൈറ്റ്. ഇതുണ്ടോ? ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. നല്ല രസമുള്ള വ്യൂ ഒക്കെ കാണുന്നുണ്ടാവും. ഓക്കെ, അത് ആകാശഗംഗയുടെ ഒരു ഭാഗമാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ മിൽക്കി വേ ഗാലക്സി ആണ്. സോ ഇതിന് ചോദ്യം പ്രതീക്ഷിക്കാമോ? ഇത്ര എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമോ? നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. കണ്ടോ ചോദിച്ചേക്കുന്നുണ്ടോ? അവർ സോളാർ സിസ്റ്റം ഇസ് പാർട്ട് ഓഫ് വിച്ച് ഗാലക്സി? NTPCക്ക് വെച്ചിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ NTPC ആണോ പഠിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ JEE-ക്കാണോ പഠിക്കുന്നത്? എന്നെ ഏതിനും പഠിച്ചോ. NTPC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത് മിൽക്കി വേ. ഇതിന് അടുത്തുള്ള വേറൊരു ഗാലക്സിയാണ് ആൻഡ്രോമേഡ. നിങ്ങൾ പോയി നോക്കുക ആൻഡ്രോമേഡ എന്താണ്, ആൻഡ്രോമേഡ എവിടെയാണ് എന്ന് നോക്കുക. ഓക്കെ അല്ലേ? സോ ആൻഡ്രോമേഡ ഗാലക്സി ഉണ്ട്. അതുപോലെ നമ്മളുടെ ഗാലക്സി ഏതാണ്? മിൽക്കി വേ ആണ്. ഇതെല്ലാം ചേരുന്നതിനാണ് നമ്മൾ ഇതുപോലെയുള്ള കുറേ ഗാലക്സീസ് ചേരുന്നതിന് നമ്മൾ യൂണിവേഴ്സ് എന്ന് വിളിക്കുക. ഇതുപോലെയുള്ള ഗാലക്സികളുടെ ക്ലസ്റ്റർ നമ്മൾ സൂപ്പർ ക്ലസ്റ്റർ എന്നൊക്കെ വിളിക്കും. അത്രയും നമുക്ക് പോകണ്ട. കാര്യം സ്പേസ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അത്രയൊന്നും പോകണ്ട. നമുക്കിവിടെ പഠിച്ചു വെക്കാൻ നമ്മുടെ ഗാലക്സിയുടെ പേര് ചോദിക്കാൻ സാധ്യതയുണ്ട്. മിൽക്കി വേ ആണ്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളുള്ളത്. ഇവിടെ നമ്മൾ എന്തെല്ലാം പഠിച്ചു? ആറ്റോമിക് സാറ്റലൈറ്റ്സ് പഠിച്ചു, ആസ്ട്രോയിഡ് പഠിച്ചു, കാസിയോപ്പിയനെ പറ്റി പഠിച്ചു, സെലസ്റ്റിയൽ ബോഡീസ്, കോമറ്റ്സ്, കോൺസ്റ്റലേഷൻ. ലൈറ്റ് ഇയർ എന്താന്ന് പഠിച്ചു. ലൈറ്റ് ഇയർ എന്താ? ലൈറ്റ് ഒരു ഇയറിൽ എത്ര ദൂരം പോവും? അതാണ് 1 ലൈറ്റ് ഇയർ. ഓക്കെ, അത് 1 ലൈറ്റ് ഇയർ. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താ? എർത്തും സണ്ണും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അടുത്ത മിറ്റോർ, നാച്ചുറൽ സാറ്റലൈറ്റ്, ഓർബിറ്റ്, ഒറിയോൺ പഠിച്ചു. 3 നമ്മൾ പിന്നെ പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പഠിച്ചു. പോളാർ സ്റ്റാർ പഠിച്ചു. ഇനി പോളാർ സ്റ്റാറിൽ ഇത് സമ്മറിയാണ്. നമ്മൾ പഠിച്ച ചാപ്റ്ററിന്റെ ഒരു സമ്മറിയാണ്. പോളാർ സ്റ്റാറിൽ ഒരു കാര്യം കൂടെ ഇവർ കൊടുത്തിട്ടുണ്ട്. സമ്മറി നിങ്ങൾ എന്തായാലും വായിക്കണം കേട്ടോ. ദ പോളാർ സ്റ്റാർ അപ്പിയർസ് ടു ബി സ്റ്റേഷനറി ഫ്രം എർത്ത് ബിക്കോസ് ഇറ്റ് സിറ്റുവേഷൻ ക്ലോസ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ ആക്സിസ് ഓഫ് എർത്ത്. ഈ എർത്തിന്റെ ആക്സിസിന്റെ അടുത്തായതുകൊണ്ടാണ് ഇത് സ്റ്റേഷനറി ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും പോളാർ സ്റ്റാർ ഒരു സ്ഥലത്തായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ഇതിന്നൊരു ചോദ്യം നമുക്ക് കാണിച്ചു തരാം. കാരണം JEE-ക്ക് വെച്ചൊരു ചോദ്യമാണ്. വൈ ഡസ് പോളാർ സ്റ്റാർ അപ്പിയർ ടു ബി ഫിക്സ്ഡ് അലോങ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് സീം ടു മൂവ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്? ബാക്കി എല്ലാവരും ഈസ്റ്റ് ടു വെസ്റ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, പോളാർ സ്റ്റാർ മാത്രം ഒരു സ്ഥലത്ത് നിൽക്കുക. അതിന്റെ കാരണം എന്താ? ബിക്കോസ് ദ പോളാർ സ്റ്റാർ ഇസ് സിറ്റുവേറ്റഡ് ഇൻ ഡയറക്ഷൻ ഓഫ് ആക്സിസ് ഓഫ്
എർത്ത് ഓൺ വിച്ച് എർത്ത് റൊട്ടേറ്റ്സ്. സെയിം ഡയലോഗ് അല്ല ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, സെയിം ഡയലോഗ് അല്ല ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഉണ്ടോ? ഇങ്ങനെയാ ചോദ്യങ്ങൾ വരിക. ഓക്കെ, NCERT ഉണ്ട് ഒരു ചോദ്യം ചോദിച്ചു, പ്രത്യേകിച്ച് ഒന്നുമില്ല. NCERT നേരിട്ട് ചോദ്യം ചോദിച്ചു, അപ്പൊ അതും കൂടെ ഓർത്ത് വയ്ക്കുക. സോ ഈ സമ്മറി വായിക്കുക, നമ്മൾ പഠിപ്പിച്ച എല്ലാ സമ്മറിയിലുണ്ട്. മൂന്നിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല, വേറൊരു സെഷനിലായിരിക്കും നമ്മൾ പറയാം. ഓക്കെ, ഇത് അടുത്ത NCERT സമ്മറിയാണ്. നമ്മൾ 2 NCERT കണ്ടത്. ഇത് 6ാം ക്ലാസ്സിലെ NCERT സമ്മറി, മറ്റേത് 8ാം ക്ലാസ്സിലെ NCERT സമ്മറി. ഇതിലും കുറെ കാര്യങ്ങളുണ്ട്. ഇതിലും കൊടുത്തിട്ടുണ്ട് എന്ത്, നോർത്തേൺ പോൾ സ്റ്റാർ എന്താണ് ഈ പറയുന്ന പോലെ സ്റ്റേഷനറി ആണെന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്നതിന്റെ ഒക്കെ ഒരു സമ്മപ്പ് ചെയ്ത സാധനം കണ്ടിട്ടുണ്ട്. നിങ്ങൾ NCERT വായിച്ചാൽ നിർബന്ധമായിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, അപ്പോഴേ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്തും കൂടെ ചെയ്യുക, ഈ പറയുന്ന പോലെ കൂടുതൽ സമ്മറി കറക്റ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ നമ്മൾ പഠിച്ചതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നുകൂടെ ഇരിക്കും. അങ്ങനെ NCERT പഠിച്ചിട്ട് തന്നെ മുന്നോട്ട് പോവുക. സോ നമ്മൾ 6ഉം 8ഉം കവർ ചെയ്തു. ഇനി നമുക്ക് +2 കുറച്ചുകൂടെ കാര്യങ്ങൾ, +1 കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അത് നേരിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ല, 6ഉം 8ഉം കവർ ചെയ്തിട്ടേ +1 കയറാൻ പാടുള്ളൂ. ഓക്കെ, +1 അപ്പൊ എന്താ പറയുന്നത്? +1 നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു പടി മുകളിലുണ്ടാവുക കാര്യങ്ങൾ. ഓക്കെ, എങ്ങനെ യൂണിവേഴ്സ് ഉണ്ടായി, ബിഗ് ബാങ് തിയറി, നെബുലാർ ഹൈപ്പോത്തസിസ്, എങ്ങനെ യൂണിവേഴ്സ് ഉണ്ടായി, നമുക്ക് അത്രയും ഡീറ്റെയിലേക്ക് പോകണ്ട. എന്നാലും +1 ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബാക്കി നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, നമ്മുടെ എർത്ത് ഉണ്ടായിട്ടുള്ളത് ബിഗ് ബാങ്കിലൂടെയാണ്. ഒരു ബിഗ് ബാങ്കിലൂടെയാണ് നമ്മുടെ എർത്ത് ഉണ്ടായിട്ടുള്ളത്. സ്റ്റാർ ഫോർമേഷന്റെ കുറച്ച് തിയറീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിൽ പറയാം. എന്ത്, ബിഗ് ബാങ് എങ്ങനെയാണ്, എന്താണ് സിംഗുലാരിറ്റി നിന്നാണ് യൂണിവേഴ്സ് ഉണ്ടായത് എങ്ങനെയാണ്, അതെല്ലാം നമുക്ക് അവിടെ പറയാം. ഇന്നത്തെ കൺസെപ്റ്റ് ക്ലാസ്സിൽ പറയാം. നമ്മൾ ഈ പറഞ്ഞു ബാക്കി വെച്ചതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ലൈറ്റ് ഇയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഇയർ എന്താണെന്ന് കൊടുത്തേക്കുന്നത്? ലൈറ്റ് ഇയർ എന്തല്ല, ഡിസ്റ്റൻസിന്റെ മെഷറാണ്, ടൈമിന്റെ മെഷർ അല്ല. ലൈറ്റ് ഇയർ എന്താ, ടൈമിന്റെ മെഷർ അല്ല, ഡിസ്റ്റൻസിന്റെ മെഷറാണ്. 3 ലക്ഷം km/s ആണ് ലൈറ്റിന്റെ സ്പീഡ്. ആ സ്പീഡ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, കൺസിഡറിങ് ദിസ് ദ ഡിസ്റ്റൻസ് ലൈറ്റ് വിൽ ട്രാവൽ ഇൻ 1 ഇയർ. ഒരു ഇയറിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ദൂരത്തിനാണ് നമ്മൾ എന്താ 1 ലൈറ്റ് ഇയർ എന്ന് നമ്മൾ എടുക്കുക. ഒരു കണക്കിന് വേണ്ടി എടുക്കുന്നതാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. 3 ലക്ഷം km/s വെച്ച് കൂട്ടുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ ദ മീൻ ഡിസ്റ്റൻസ് ഫ്രം സൺ ടു എർത്ത് എത്രയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റേ NCERT 150 എന്നാണ്. ഇവിടെ കണ്ടോ 149 എന്നാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഓപ്ഷനിൽ 149 ഉണ്ടെങ്കിൽ അത് വേണം കുത്താൻ. കാര്യം എന്താ, +1 വന്നപ്പോൾ കണ്ടോ കുറച്ചുകൂടി ലെവൽ കൂടിയുണ്ടോ. ഇനി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് ഇയേഴ്സ് എത്രയാണ്, 8.31 ആണ്. ചോദ്യം കണ്ടോ, ഹൗ മച്ച് ഈസ് ടേക്കൺ ബൈ സൺലൈറ്റ് ടു റീച്ച് എർത്ത്. സണ്ണിന്നൊരു സൂര്യരശ്മി അല്ലെങ്കിൽ ലൈറ്റിന്റെ ഒരു കണം എർത്തിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാ, 8:20 കൊടുത്തിട്ടുണ്ട്. 8.311. ഇവരെക്കാളും ലെവൽ കൂട്ടിയിട്ടാണ് ആര് NCERT ഇട്ടുള്ളത്. സോ NCERTയുടെ മുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണം. സോ ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ നിന്ന് പഠിക്കുക. കുറച്ചുകൂടെ മുകളിൽ ചോദ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ മുകളിൽ ചോദിക്കുന്നത് മാത്രം അതിന്റെ മുകളിൽ പോവുക. NCERT നോക്കുക, ഇവിടെ ഇതിലും ക്രൂഡായിട്ടുള്ള കാര്യമാണ് NCERT കൊടുത്തിട്ടുള്ളത്. സോ NCERT വേണം പഠിക്കാൻ. സോ ഇത് +1 NCERT കണ്ടോ, കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കണ്ടോ. സോ ഇതെല്ലാം കവർ ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ഇനി മുന്നോട്ട് ഉണ്ടാവുക. സോ നിങ്ങൾ നോക്കണ്ട. ഇനി ഈ NCERTകളിൽ ഇപ്പൊ നമ്മൾ +1 NCERTയിലുള്ള ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നു. ഓക്കെ, ഇനി +1 NCERTയിലുള്ള ഒരു ബോക്സ് കാണിച്ചു തരാം. കണ്ടോ, സോളാർ സിസ്റ്റത്തിന്റെ ഒരു ബോക്സ് ആണ്, +1 NCERTയിലുള്ള ഒരു ബോക്സ് ആണിത്. സോ ഈ ബോക്സിൽ എന്താ പറയുന്നത്, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് 1. എർത്തിലെ 1 ആണ്. ഞാൻ പറഞ്ഞു, സണ്ണിന്ന് എർത്തിലേക്കുള്ള ദൂരം നമ്മൾ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ ദൂരം നമുക്ക് കണ്ടുപിടിക്കാം. സോ എർത്ത് 1 ആണെങ്കിൽ മാർസിലേക്ക് 1.5 ആണ്, ജൂപ്പിറ്ററിലേക്ക് 5 ആണ്. കണ്ടോ, പ്ലൂട്ടോയിലേക്ക് 39 ആയി. എർത്തിനേക്കാളും 39 ഇരട്ടി ദൂരമുണ്ട് എവിടെ, പ്ലൂട്ടോയിലേക്ക്. ഇനി ഡെൻസിറ്റി, ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് ആർക്കാണ്? എർത്തിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത്. ഓക്കെ അല്ലേ, എർത്തിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത്. ഇനി നോക്ക്, ഏറ്റവും കൂടുതൽ വലിപ്പം ഉള്ളത് ആർക്കാ, റേഡിയസ് ഉള്ളത് ആർക്കാ, 11. എർത്ത് 1 ആണെങ്കിൽ അതിന്റെ 11 ഇരട്ടി ഉള്ളത് ആളാണ്, ജൂപ്പിറ്റർ ആണ്. സോ ഏറ്റവും വലിയ ജൂപ്പിറ്റർ, രണ്ടാമത്തെ ആള് സാറ്റേൺ. ഇതൊക്കെ വെച്ചിട്ടുള്ള ടേബിളും നമുക്ക് ഇന്നത്തെ കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള ഈ സാറ്റലൈറ്റിന്റെ എണ്ണം മാത്രം തെറ്റാണ്. കാര്യം എന്താ, ഇവർ ഓരോ ദിവസം സാറ്റലൈറ്റ് പുതിയ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയല്ലേ. ഓക്കെ, ഇപ്പൊ എത്ര എണ്ണം ഇല്ല, 16ഉം 18 അല്ല ഇപ്പൊ എത്ര എണ്ണം നമുക്ക് നോക്കാം. ഇപ്പൊ നോക്കാം, എർത്തിന് ഒരു സാറ്റലൈറ്റ് ഉണ്ട് നമുക്കറിയാം, മാർസിന് 2 സാറ്റലൈറ്റ് നമ്മൾ കണ്ടതാണ്. ജൂപ്പിറ്ററിന് ഇപ്പോ ഏറ്റവും പുതിയ കണക്ക് വെച്ചിട്ട് 95 സാറ്റലൈറ്റ് ജൂപ്പിറ്ററിനുണ്ട്. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണ്. കാര്യം എന്താ, പുതിയത് കണ്ടുപിടിച്ചു. ഇനി സാറ്റേൺ എത്ര എണ്ണം ഉണ്ട്, 146 എണ്ണം സാറ്റേൺ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ചോദിക്കൂട്ടോ. ഏറ്റവും കൂടുതൽ മൂണുള്ളത് ആർക്കാന്ന് ചോദിക്കും, സാറ്റേൺ ആണ്, ഓർത്ത് വെക്കുക. ഓക്കെ, ജൂപ്പിറ്റർ തൊട്ട് പുറകെയുണ്ട്. ഇപ്പൊ യുറാനസിന് എത്ര ഉണ്ട്, യുറാനസിന് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചത് കൂട്ടി വെക്കാൽ യുറാനസിന് 28 ഉണ്ട്. അതുപോലെ നെപ്റ്റൂണ് 16 ഉണ്ട്, 16 ഫോർ നെപ്റ്റൂൺ.
ഇനി പ്ലൂട്ടോന്റെ കാര്യമുണ്ട്. പ്ലൂട്ടോനെ നമ്മൾ കൂട്ടുന്നില്ല. സ്റ്റിൽ പ്ലൂട്ടോന് എത്ര ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഓക്കെ സോ ഇത്രയും കാര്യങ്ങളിലൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സോ നമ്മൾ എന്തെല്ലാം പറഞ്ഞു, നമ്മൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. NCERT-ലുള്ള എല്ലാം കവർ ചെയ്തു. +1 വളരെ കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുള്ളൂ. കാര്യം അത്രയും ലെവലിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കില്ല. ഇനി +1 കൊടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. സോ +1 കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള കൺസെപ്റ്റ് ക്ലാസ്സുമായിട്ട് ഞാനിന്ന് വൈകുന്നേരം വരുന്നതായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഒന്നും കൂടെ മനസ്സിലാക്കി കുറച്ച് ഒഴിവായി പോയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ഏറ്റവും ഡെൻസിറ്റി കൂടിയത് ഏത് ഇതിനാണ്, ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ സൈസ് ഓഫ് ഓർഡർ വെച്ചിട്ട് പ്ലാനറ്റ്സിന് നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. അതുപോലെ കോൺസ്റ്റലേഷന്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഇതൊക്കെ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട്, ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കുറച്ചുകൂടെ ക്രൂഡായിട്ട് കുറച്ച് ക്ലട്ടേർഡ് ആയിട്ടാണ് കിടക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത്. ഈ നുക്കുകളെ നുറുങ്ങളെ ചേർത്ത് വെച്ച് കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാം നമുക്ക്. സോ ഇത് ആദ്യം നിങ്ങൾ NCERT പോയി വായിക്കുക, എന്നിട്ട് ഈ സെഷൻ കാണുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൺസെപ്റ്റ് കാണുക. ഇനിയുള്ള എല്ലാ സെഷൻസും നിങ്ങൾ അങ്ങനെ തന്നെ വേണം ചെയ്യാൻ. ഓക്കെ, തൽക്കാലത്തിൽ നമുക്ക് NCERT ഇവിടെ നിർത്താം. സോ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്ലോട്ട് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ പുറത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് എവിടെ കാണാം, കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. എല്ലാവരും വൈകുന്നേരത്തെ ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടെ കാണാം. താങ്ക് യു.